നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഓഡിറ്റ് അപ്രോച്ചസ് ഉണ്ട്. രണ്ട് ടൈപ്പ് ഓഡിറ്റ് അപ്രോച്ചസ് ഉണ്ട്. പിന്നെ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് നോർമലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു 4 ഓഡിറ്റ് ഒപ്പീനിയൻസ്. ഇതാണ് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ യു വിൽ സ്റ്റാർട്ട് വിത്ത് ഓഡിറ്റ് അപ്രോച്ചസ്. ഓഡിറ്റ് അപ്രോച്ചസ് രണ്ട് ടൈപ്പ് ആണുള്ളത്. ഒന്ന് ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയും. സ്വാഭാവികമായിട്ടും അതിന്റെ ഓപ്പോസിറ്റ് വരുന്നത് എന്തായിരിക്കും? നിങ്ങൾ ഈ വാക്ക് പലയിടത്തായിട്ട് കേൾക്കുന്നതാണ്. ബോട്ടം അപ്പിന്റെ ഓപ്പോസിറ്റ് ആണ് ടോപ്പ് ഡൗൺ. ബോട്ടം അപ്പ് എന്ന് പറഞ്ഞാൽ താഴെ നിന്ന് മുകളിലേക്ക് എന്നുള്ള അർത്ഥത്തിലാണ് പൊതുവെ പറയുന്നത്, അല്ലെ? ടോപ്പ് ഡൗൺ എന്ന് നമ്മൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പറയാറുണ്ട്. സോ ഇവിടെയും രണ്ട് ടൈപ്പ് അപ്രോച്ചസ് ആണുള്ളത്. ഒന്ന് ബോട്ടം അപ്പ് അപ്രോച്ചും രണ്ടാമത്തത് ടോപ്പ് ഡൗൺ അപ്രോച്ചും. ഇതിലേതാണ് ബെറ്റർ, ഏതാണ് കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ടുള്ളത്, ഏതിനാണ് കുറച്ചുകൂടെ ബെറ്റർ എഫിഷ്യൻസി ഉള്ളതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടോപ്പ് ഡൗൺ അപ്രോച്ചിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളതും. ആൻഡ് നമ്മുടെ സർബെയ്ൻ-സ്റ്റോക്സ്ലി ആക്ട് ഉണ്ടല്ലോ, സർബെയ്ൻ-സ്റ്റോക്സ്ലി ആക്ട് വന്നതിന് ശേഷം പ്രധാനമായിട്ടും ഇമ്പോസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയായിരുന്നു എല്ലാ പബ്ലിക് കമ്പനീസും ടോപ്പ് ഡൗൺ അപ്രോച്ച് മാത്രം ഫോളോ ചെയ്താൽ മതി എന്നുള്ളത് സർബെയ്ൻ-സ്റ്റോക്സ്ലി ആക്ടില് എടുത്തു പറയുന്നുണ്ട്. കാരണം അത് ചെയ്താൽ മാത്രമേ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ബോട്ടം അപ്പിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് ഒരു ഫോക്കസ് എന്തിനകത്തേക്കും കൊടുക്കുന്നില്ല. ദർ ഇസ് നോ സ്പെസിഫിക് ഏരിയാസ്, ഒരു സ്പെസിഫിക് ഏരിയ പോലും ഫോക്കസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പൊതുവെ അറിയാൻ സാധിക്കും, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കാൻ സാധ്യതയുള്ള ഏരിയാസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഏരിയാസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ അക്കൗണ്ട്സ് റിസീവബിൾ, അല്ലെ? ഇല്ലാത്ത സെയിൽ നടന്നു എന്ന് കാണിച്ചിട്ട് ഫേക്ക് സെയിൽസ് ആഡ് ഓൺ ചെയ്തിട്ട് അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറഞ്ഞ് കാണിക്കും. ക്രെഡിറ്റ് മെമ്മോറാണ്ട അല്ലെങ്കിൽ ക്രെഡിറ്റ് മെമ്മോസ്, റൈറ്റ് ഓഫ് അക്കൗണ്ട് റിസീവബിൾ, ഇതൊക്കെ എപ്പോഴും തട്ടിപ്പ് നടക്കാൻ സാധ്യത കൂടിയ ഏരിയാസ് ആണ്. അതുപോലെ സപ്ലയറിന്റെ പേയ്മെന്റിലേക്ക് വരുന്ന സമയത്ത് അയാൾ അർഹിച്ചതിനേക്കാൾ കൂടുതൽ പേയ്മെന്റ് പോവുക. അതുപോലെ പർച്ചേസ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പർച്ചേസ് ഓർഡേഴ്സ് നടത്തുക. ഇതെല്ലാം തന്നെ കുറച്ച് ഫോക്കസ് കൂടുതൽ കൊടുക്കേണ്ട ഏരിയാസ് ആണ് കമ്പയർഡ് ടു സം അതർ ഏരിയാസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. സം ഏരിയാസ് ആർ മോർ സബ്ജക്ട് ടു ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇവിടെ ബോട്ടം അപ്രോച്ചിൽ അങ്ങനെ ഒരു ഫോക്കസ് കൊടുക്കുന്നില്ല. എല്ലാ ആൾക്കാരെയും എല്ലാ ഏരിയാസിനെയും ഈക്വൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. സോ മൊത്തത്തിൽ അത് നോർമൽ ആയിട്ട് എങ്ങനെയാണോ പരിശോധിക്കുക ആ രീതിയിലുള്ള ഒരു പരിശോധന മാത്രമേ അവിടെ നടക്കുള്ളൂ. ഇത് റിസ്ക് ബേസ്ഡ് അല്ല. എവിടെയാണ് കൂടുതൽ റിസ്ക് ഉള്ളതെന്ന് നോക്കിയിട്ട് അതിന് പ്രത്യേക പരിഗണനയൊന്നും കൊടുക്കുന്നില്ല. എല്ലാത്തിനെയും തുല്യമായിട്ടാണ് നമ്മൾ കാണുക. അപ്പൊ അങ്ങനെ കാണുമ്പോൾ ഇപ്പം നോർമലി നമ്മൾ ഇക്വാളിറ്റി, ഈക്വലി എന്നൊക്കെ പറയുമ്പോൾ നല്ല വാക്കാണ്, അല്ലേ? പക്ഷെ ഈ ഓഡിറ്റിന്റെ കേസിൽ വരുമ്പോൾ അത് അത്ര നല്ലതല്ല. കാരണം ചില കാര്യങ്ങൾക്ക് നമ്മൾ എക്സ്ട്രാ ഫോക്കസ് കൊടുക്കേണ്ടതുണ്ട്, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ചും ഓഡിറ്റിംഗിലേക്ക് വരും. അപ്പൊ ഇവിടെ ആ ഒരു ഫോക്കസ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഒരു പക്ഷേ പല മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സും തെറ്റുകളും നമ്മളുടെ ശ്രദ്ധയിൽ പെടാതെ പോകാനോ പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ നോർമലി നിങ്ങൾ ചെയ്യുന്ന വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ ഒക്കെ ഒരു ബോട്ടം അപ്പ് അപ്രോച്ചിന്റെ എക്സാമ്പിൾ ആണ്. വൗച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ ആക്ച്വലി ഇൻകർ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിനെയാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. അത് ബാക്ക്വേർഡ് ആണ്. ഇപ്പം നിങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു എമൗണ്ട് കാണിച്ചിരിക്കുന്നു. ആ എമൗണ്ടിന് ആസ്പദമായ ട്രാൻസാക്ഷൻ യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അതിനെ ബാക്ക്വേർഡ് നമ്മൾ സെർച്ച് ചെയ്യും. അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നോ, ട്രയൽ ബാലൻസിൽ ഉണ്ടായിരുന്നോ, ലെഡ്ജർ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നോ, ജേണൽ എൻട്രിയിൽ ഉണ്ടായിരുന്നോ, ആൻഡ് ഫൈനലി അതിന്റെ വൗച്ചേഴ്സ്, അതുപോലെ തന്നെ ബില്ല്, ഇൻവോയ്സ്, റെസിപ്റ്റ്, അങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ ഉണ്ടോ എന്ന് റിവേഴ്സിൽ ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ വൗച്ചിങ് എന്ന് പറയുന്നത്. ഇതൊക്കെ ബോട്ടം അപ്പ് അപ്രോച്ചിലെ നോർമൽ പ്രൊസീജിയേഴ്സ് ആണ്. സോ ദ മെയിൻ ഇമ്പോർട്ടന്റ് പോയിന്റ് ഹിയർ ഈസ് ഇറ്റ് ഈസ് നോട്ട് റിസ്ക് ബേസ്ഡ്. It treats everything equally. There is no specific focus on any areas of financial statements. അതുകൊണ്ട് തന്നെ ഇത് അത്ര നല്ല ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഓഡിറ്റ് അപ്രോച്ച് അല്ല. അതുകൊണ്ട് കൂടിയാണ് സർബെയ്ൻ-സ്റ്റോക്സ്ലി ആക്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇനി മുതൽ ടോപ്പ് ഡൗൺ ചെയ്താൽ മതി. ടോപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ റിസ്ക് ബേസ്ഡ് ആണ്. റിസ്ക് ബേസ്ഡ് ആണ്. ചില പ്രത്യേക ഏരിയാസിന് എക്സ്ട്രാ എഫേർട്ട് അല്ലെങ്കിൽ ഫോക്കസ് കൊടുത്തുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, വെരിഫിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ എവിടെ നിന്നാണ്
ഈ ടോപ്പ് ഡൗൺ അല്ല, ടോപ്പ് ഡൗൺ ഓഡിറ്റിംഗ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തൊട്ടാണ് സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്നത്. എന്നാൽ സ്റ്റാർട്ട് ഓഫ് ചെയ്ത് അടുത്തടുത്ത ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ അതിന് കൃത്യമായ ഓർഡേഴ്സ് ഒന്നുമില്ല. ഇത് ആദ്യം ചെയ്യണം, ഇത് രണ്ടാമത് ചെയ്യണം, നമ്മൾ മുൻകൂട്ടി പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് ഓർഡേഴ്സോ കാര്യങ്ങളോ ഒന്നും സെറ്റ് ചെയ്യുന്നില്ല. തുടങ്ങുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വെരിഫൈ ചെയ്തുകൊണ്ടാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡേ ടു ഡേ റിസ്കുകൾ ഏതൊക്കെയാണ്, നമ്മളുടെ മെയിൻ ആയിട്ടുള്ള കോർ ആക്ടിവിറ്റീസിനെ എഫക്ട് ചെയ്യുന്ന റിസ്കുകൾ എന്തൊക്കെയാണ്, ആ റിസ്കുകളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് ആ റിസ്കുകൾക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിലെ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ്, തെറ്റുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പ്രാധാന്യമുള്ളത്, നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുള്ള മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ കാണും. പല ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എടുത്ത് നോക്കിയാലും അതിൽ മൈനർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ ബിസിനസിന്റെ പ്രോഫിറ്റബിലിറ്റിനെയോ മറ്റു കാര്യങ്ങളെയോ ഒന്നും വലിയ രീതിയിൽ ഇമ്പാക്ട് ചെയ്യുന്നതായിരിക്കില്ല. ഇതിനൊരു പ്രിൻസിപ്പിൾ തന്നെ നിങ്ങൾക്ക് അറിയാം, മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന സാധനം തന്നെ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് പ്രിലിമിനറി എക്സ്പെൻസ് പോലുള്ള സാധനങ്ങളൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ബുക്കും പേപ്പറും ഒക്കെ മേടിക്കുന്ന എക്സ്പെൻസ് ഒക്കെ ഉണ്ടല്ലോ ഒരു കമ്പനിയിൽ, ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ ബുക്കും പേപ്പറും ഒരു സ്ഥാപനത്തിൽ മേടിക്കുകയാണെങ്കിൽ അത് അസറ്റാണ്. നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു സ്ഥാപനത്തിലേക്ക് കുറെ ബുക്ക് എന്തെങ്കിലും കണക്ക് എഴുതാൻ വേണ്ടിയിട്ടോ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടോ ബുക്ക്, സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അത് ആക്ച്വലി ഇൻ എ വേ ഇറ്റ്സ് ആൻ അസറ്റ്. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അസറ്റാണ്. പക്ഷെ നമുക്കത് അസറ്റായിട്ട് ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കാറില്ല. കാരണം അതിനുവേണ്ടി ചെലവാകുന്ന പൈസ എന്ന് പറയുന്നത് വളരെ തുച്ഛമായ എമൗണ്ട് ആയിരിക്കും. അതിന്റെ ഒരു സർവീസ് പർപ്പസ് എന്ന് പറയുന്ന ഒരു അസറ്റിനെ പോലെ ആണെങ്കിൽ പോലും അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന പൈസ വളരെ തുച്ഛമാണ്. അപ്പൊ അതിന്റെ പ്രാധാന്യം വളരെ കുറവാണ്, മെറ്റീരിയാലിറ്റി കുറവാണ്. സോ മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് സ്റ്റേഷനറി ഐറ്റംസിനെ നമ്മൾ എന്ത് ചെയ്യാത്തത്, എവിടെ കാണിക്കാത്തത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നതും ബാലൻസ് ഷീറ്റിൽ കാണിക്കാത്തതും. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ സ്റ്റേഷനറി കാണിക്കാറില്ല, പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ എക്സ്പെൻസ് സൈഡിലായിരിക്കും കാണിക്കുന്നത്. ദാറ്റ് ഇസ് ഡ്യൂ ടു ദ മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ. സോ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ പ്രാധാന്യമുള്ള തെറ്റുകൾ, നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, നിങ്ങളുടെ പ്രധാനപ്പെട്ട കോർ ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ടുള്ള മിസ്റ്റേക്സും റിസ്കിനും ഫോക്കസ് കൊടുത്തുകൊണ്ടുള്ള ഒരു അപ്രോച്ചാണ് റിസ്ക് ബേസ്ഡ് അപ്രോച്ച്, അല്ലെങ്കിൽ ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുന്നത്. എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തുടങ്ങും. അതിനുശേഷം കൃത്യമായിട്ട് എവിടെയൊക്കെയാണോ കൈവെക്കേണ്ടത്, എവിടേക്കാണോ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്, ആ ഫോക്കസ് കൊടുത്തുകൊണ്ടായിരിക്കും നമ്മളുടെ ഈ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. സോ ഓർത്തിരിക്കുക, ഇതാണ് ഇന്നത്തെ മോഡേൺ കാലഘട്ടത്തിൽ നമുക്ക് ആക്ച്വലി ആവശ്യമായിട്ടുള്ള അപ്രോച്ച്. ബോട്ടം അപ്പ് അപ്രോച്ച് അധികം കമ്പനീസ് യൂസ് ചെയ്യാറില്ല. അമേരിക്കൻ കമ്പനീസ് ആണെങ്കിൽ, പബ്ലിക് കമ്പനീസ് ആണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമാണ്, മാൻഡേറ്ററി ആണ്, ദേ ഹാവ് ടു ഡു ടോപ്പ് ഡൗൺ. ബോട്ടം അപ്പ് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പൊ ഈ ഓഡിറ്റേഴ്സ് ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമലി പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് 4 ഒപ്പീനിയൻസ് ഉണ്ട്. 1 സെക്കൻഡ്. എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് നോർമലി 4 കൈൻഡ് ഓഫ് ഓഡിറ്റ് ഒപ്പീനിയൻസിനാണ് ഈ പറഞ്ഞ ഓഡിറ്റിംഗ് പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. ആ റിപ്പോർട്ടുകളിൽ ഒരു പർട്ടിക്കുലർ പാരഗ്രാഫിൽ അവർ ഇതുപോലെ ഒരു 4 ഒപ്പീനിയൻസ് പ്രൊവൈഡ് ചെയ്യും. സോ ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഐഡന്റിഫിക്കേഷൻ, വെരിഫിക്കേഷൻ, വൗച്ചിങ്, എവറിത്തിങ്, ഫസ്റ്റ് ഉള്ള ഒരു ഒപ്പീനിയൻ ആണ് അൺമോഡിഫൈഡ് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അൺമോഡിഫൈഡ് ഒപ്പീനിയൻ, ഇതിന് ചിലപ്പം അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ എന്നും ചിലപ്പോൾ പറയായിരിക്കും. അൺക്വാളിഫൈഡ് കേട്ടോ, ചില ടെക്സ്റ്റുകളിൽ ക്വാളിഫൈഡ് എന്ന വാക്കാണ് വരിക. സോ അൺക്വാളിഫൈഡ് എന്നും കൂടെ ഓർത്തിരിക്കുക. അൺക്വാളിഫൈഡ് എന്താണ്? അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ is the conclusion that financial statements are presented fairly in all material respects in accordance with the framework. അൺമോഡിഫൈഡ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ വളരെ സത്യസന്ധമാണ്, അതിൽ യാതൊരു വിധത്തിലുള്ള സംശയകരമായ കാര്യങ്ങളോ കള്ളത്തരങ്ങളോ തെറ്റായ പ്രവണതകളോ ഒന്നും തന്നെ ഇല്ല എന്ന് ഓഡിറ്ററിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ പെർഫെക്റ്റ്ലി ഓക്കെ ആണ്, ഒരു തരത്തിലുള്ള തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും തന്നെ അതിൽ നടന്നിട്ടില്ല എന്ന് ഓഡിറ്ററിന് വിശ്വാസം വന്നിരിക്കുന്നു. ഈ ഒരു സെനാരിയോയിലാണ് ഏത് ഒപ്പീനിയൻ തരിക? അൺമോഡിഫൈഡ് ഒപ്പീനിയൻ അല്ലെങ്കിൽ അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ പ്രൊവൈഡ് ചെയ്യുക.
റിമെമ്പർ, 2 പേര് ഓർത്തിരിക്കുക, അൺമോഡിഫൈഡ്, അൺക്വാളിഫൈഡ്. അപ്പം ഒരു കമ്പനിയെ സംബന്ധിച്ച് ഈ 4 ഒപ്പീനിയൻസ്, നമ്മൾ പഠിക്കുന്ന 4 ഒപ്പീനിയൻസിൽ കമ്പനി ഏറ്റവും കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒപ്പീനിയൻ ഒബ്വിയസ്ലി ഏതായിരിക്കും? അൺമോഡിഫൈഡ് ഒപ്പീനിയൻ ആയിരിക്കും. കാരണം അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ സത്യസന്ധമാണ് എന്ന് ഓഡിറ്റർ, എക്സ്റ്റേണൽ ഓഡിറ്റർ എന്ത് ചെയ്തിരിക്കുന്നു? അപ്രൂവ് ചെയ്തിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ മുന്നിലും പബ്ലിക്കിന്റെ മുന്നിലും ഒക്കെ കമ്പനിക്ക് വലിയ ഗുഡ് വിൽ ആയിരിക്കും. വളരെ സത്യസന്ധമായിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്നൊരു ഇമേജ് ആളുകൾക്കിടയിൽ കിട്ടും. തട്ടിപ്പൊന്നും കാണിക്കുന്നില്ല എന്നുള്ള ഒരു ബ്രാൻഡ് വാല്യൂ, റെപ്യൂട്ടേഷൻ അവർക്കുണ്ടാവും. ആൻഡ് അവർക്ക് ബാക്കിയുള്ള നിയമപരമായിട്ടുള്ള നടപടികളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ നേരിടേണ്ടി വരുത്തുമില്ല. സോ ഏറ്റവും കൂടുതൽ കമ്പനീസ് ആഗ്രഹിക്കുന്ന ഒപ്പീനിയൻ ഇതാണ്. പക്ഷെ പലപ്പോഴും കമ്പനീസിന് ഇത്ര ഒപ്പീനിയൻസ് കിട്ടാറില്ല, ഡ്യൂ ടു അവരുടെ ആയ്പകളൊക്കെ കാണിക്കും. സോ ഫസ്റ്റ് വൺ ഈസ് അൺമോഡിഫൈഡ് ഒപ്പീനിയൻ അല്ലെങ്കിൽ അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ. ഓക്കെ, ഇതിനകത്ത് നമുക്ക് തെറ്റ് പറ്റുന്ന എപ്പോഴാന്ന് വെച്ചാല്, ഈ പേര് കേട്ടിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കും. അൺക്വാളിഫൈഡ്, അൺമോഡിഫൈഡ് എന്നൊക്കെ പറയുമ്പോൾ അതെന്തെങ്കിലും മോശമായ കാര്യമാണ് എന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. അൺമോഡിഫൈഡ് എന്ന എന്ന വാക്കും കൂടെ ഉള്ളത് കൊണ്ട്. അപ്പോ അങ്ങനെ ചിന്തിക്കരുത്, ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ. ക്വാളിഫൈഡ് ഒപ്പീനിയൻ. സോ വാട്ട് ഇസ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ? ക്വാളിഫൈഡ് ഒപ്പീനിയൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എക്സെപ്റ്റ് ഫോർ ദ മാറ്റേഴ്സ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ basis for qualified opinion paragraph, financial statements are presented fairly in material respect in accordance with the framework. Except for the matters described in opinion paragraph. Opinion പറയേണ്ട സ്ഥലത്ത് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം ഓക്കെയാണ്. നിങ്ങൾ ഒരു കയ്യബദ്ധം നടത്തിയിട്ടുണ്ട്, ഒരു തെറ്റോ ഒരു ചെറിയ മിസ്റ്റേക്ക് അല്ലെങ്കിൽ നടത്തിയിട്ടുണ്ട്, നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട്, നിങ്ങൾ പെർഫെക്റ്റ് ഓക്കെ അല്ല, പക്ഷേ ആ ഒരു കയ്യബദ്ധം ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മുഴുവൻ എന്താണ്? കംപ്ലീറ്റ്ലി ഓക്കെയാണ്, ഒരു തെറ്റുമില്ല. അപ്പൊ ഇവിടെ ഇത് എപ്പോഴാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദ ഓഡിറ്റർ ഹാസ് ഓർ ഹാസ് നോട്ട് ഒബ്റ്റൈൻഡ് സഫിഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ്. ഓഡിറ്റർ നിങ്ങൾ തെറ്റ് ചെയ്തു എന്നുള്ളതിനെ പറ്റി ഒന്നുകിൽ അദ്ദേഹത്തിന് എവിഡൻസ് കിട്ടിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എവിഡൻസ് കിട്ടിയിട്ടുണ്ടാവില്ല. 2 സെനാരിയോ ആയാലും പ്രശ്നമില്ല. നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് മെറ്റീരിയൽ ആണ്, പ്രാധാന്യമുള്ളതാണ്. നിങ്ങളുടെ മിസ്റ്റേറ്റ്മെന്റ്സ്, നിങ്ങൾ നടത്തിയിരിക്കുന്ന തിരിമറി, തട്ടിപ്പ് എന്ന് പറയുന്നത് മെറ്റീരിയൽ ആണ്, പ്രാധാന്യമുള്ള, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. പക്ഷെ അത് പെർവേസീവ് അല്ല. എന്താണ് പെർവേസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് ഇസ് പെർവേസീവ്? വ്യാപകം എന്ന് പറയും. വ്യാപകം, ജ്ഞാപകമല്ല, വ്യാപകം. ഓക്കെ, വ്യാപകമായ എന്നുള്ളതാണ് വ്യാപകം. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങൾ തുടർച്ചയായിട്ട് ആ മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഒരു തവണ ഒരൊറ്റ അബദ്ധം പറ്റിപ്പോയി, ഒരു തവണ നിങ്ങൾ തട്ടിപ്പ് കാണിച്ചു, അല്ലെങ്കിൽ അതിനകത്ത് എമൗണ്ട് മാറ്റി കാണിച്ചു, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് പ്രാധാന്യമുള്ള മിസ്റ്റേക്ക് ആണ്, എന്നാൽ അത് റെപ്പറ്റേറ്റീവ് അല്ല. നിങ്ങൾ തുടർച്ചയായിട്ട് അത് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, ഒരു തവണ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ ഒരു സെനാരിയോ ആണെങ്കിലാണ് ഓഡിറ്റർ ഏത് ഒപ്പീനിയൻ കൊടുക്കുക? ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുക. അപ്പൊ ഈ ഒരു ഒപ്പീനിയൻ കിട്ടുന്നതും ഒരു കമ്പനിയെ സംബന്ധിച്ച് വലിയ പ്രശ്നമല്ല. ഇവൻ ദോ അവർ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് അല്ല, പൂർണ്ണമായിട്ടുള്ള ഒരു ക്ലീൻ ഷീറ്റ് അവർക്ക് കിട്ടുന്നില്ല എങ്കിൽ പോലും സ്റ്റിൽ ഇത് കഴിഞ്ഞു വരാൻ പോകുന്ന 2 ഒപ്പീനിയനെ വെച്ച് അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത്, കമ്പയർ ചെയ്ത സമയത്ത് ക്വാളിഫൈഡ് ഒപ്പീനിയൻ എങ്കിലും കിട്ടിയാൽ അത്രയും കൊള്ളാം. ഇവിടുത്തെ പോയിന്റ്സ്, തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ തെറ്റ് പ്രാധാന്യമുള്ള തെറ്റാണ്, പക്ഷെ അത് പെർവേസീവ് അല്ല, വ്യാപകമല്ല, തുടർച്ചയായിട്ട് ചെയ്തിട്ടില്ല, ഒരു തവണ ചെയ്തിട്ടുള്ളൂ. ഓഡിറ്ററിന് ചിലപ്പോൾ ആ ചെയ്ത തെറ്റിനെ പറ്റി വ്യക്തമായ തെളിവ് കിട്ടിയിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ ഓഡിറ്റർ മനസ്സിലായിട്ടുണ്ട്. കിട്ടിയാലും കിട്ടിയില്ലേലും ഓഡിറ്ററെ സംബന്ധിച്ച് അയാളുടെ എക്സ്പീരിയൻസും നോളജും ഇത്രയും കാലത്തെ പെർഫോമൻസും ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് അറിയാം, ഇത് കാണുമ്പോൾ ഇതിനകത്ത് തെറ്റുണ്ട്, ഇത് കുറച്ച് കാണിച്ചിരിക്കുകയാണ്, ഇത് കൂട്ടി കാണിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും ആർക്കുണ്ട്? ഓഡിറ്ററിനുണ്ട്. ഓഡിറ്റർ അത് മനസ്സിലാക്കിയിരിക്കുന്നു. ചിലപ്പോൾ അയാൾക്ക് വ്യക്തമായ തെളിവ് കിട്ടിയിട്ടുണ്ടായിരിക്കും. തെളിവ് കിട്ടിയാലും ഇല്ലെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ അത് മെറ്റീരിയൽ ആണെങ്കിൽ, എന്നാൽ പെർവെസീവ് അല്ലാത്ത കാറ്റഗറി ആണെങ്കിൽ ഒബ്വിയസ്ലി വി വിൽ ഗീവ് എ ക്വാളിഫൈഡ് ഒപ്പീനിയൻ. അപ്പൊ തിരിഞ്ഞു പോരുത്, ക്വാളിഫൈഡ് എന്ന് കേൾക്കുമ്പോൾ നല്ലതാണ് എന്ന് വിചാരിക്കാം. അൺക്വാളിഫൈഡ് ആണ് നല്ലത്, ക്വാളിഫൈഡ് നല്ലതല്ല കമ്പയർഡ് ടു അൺക്വാളിഫൈഡ്.
എന്നാൽ ബാക്കി ഇനി പറയാൻ പോകുന്ന രണ്ടെണ്ണത്തെ വെച്ച് ഇറ്റ് ഈസ് ബെറ്റർ. ദാറ്റ് ഈസ് എ ക്വാളിഫൈഡ് ഒപ്പീനിയൻ. മൂന്നാമത്തെ ഒപ്പീനിയൻ ആണ് അഡ്വേഴ്സ് ഒപ്പീനിയൻ. ഇത് പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, അഡ്വേഴ്സ് എന്ന് പറഞ്ഞാൽ അത്ര അനുകൂലമായിട്ടുള്ളതെന്നല്ല, പ്രതികൂലമായിട്ടുള്ളതെന്നാണ്. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും തന്നെ ഫെയർ ആയിട്ടല്ല പ്രസന്റ് ചെയ്തിരിക്കുന്നതെന്ന് ഓഡിറ്റർ കണ്ടെത്തിയിരിക്കുന്നു. അതായത് നിങ്ങളുടെ മിസ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ മെറ്റീരിയലുമാണ്, പെർവേസീവുമാണ്, രണ്ടുമാണ്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന തെറ്റുകളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. വലിയ എമൗണ്ടിന്റെ തെറ്റുകളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അത് ഒരു തവണ അല്ല ചെയ്തത്, വീണ്ടും 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 വ്യാപകമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. സോ തുടർച്ചയായിട്ട് നിങ്ങൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഓഡിറ്ററിന്റെ കയ്യിൽ വ്യക്തമായ തെളിവും ഇതിന് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ചെയ്ത തെറ്റിനെ പറ്റിയിട്ട് ശക്തവും വ്യക്തവുമായിട്ടുള്ള തെളിവ് ഓഡിറ്ററിന്റെ കയ്യിലുണ്ട്. ആൻഡ് നിങ്ങൾ അത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ ഓഡിറ്റർ വിൽ ഗീവ് എ അഡ്വേഴ്സ് ഒപ്പീനിയൻ ഓൺ ദ ഒപ്പീനിയൻ പാരഗ്രാഫ്. ആ പാരഗ്രാഫിൽ അഡ്വേഴ്സ് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കുന്നത്. തീർച്ചയായിട്ടും കമ്പനിക്കെതിരെ അന്വേഷണങ്ങൾ ഉണ്ടാവും, നിയമപരമായിട്ടുള്ള നടപടികൾ ഉണ്ടാവും, ഫൈൻ അടയ്ക്കേണ്ടി വരും, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കമ്പനി നേരിടേണ്ടി വരും അഡ്വേഴ്സ് ഒപ്പീനിയൻ കിട്ടിയാൽ. സോ കമ്പനീസ് ഒരിക്കലും കിട്ടരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒപ്പീനിയൻ ആണ് അഡ്വേഴ്സ് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഓർത്തിരിക്കേണ്ടത്, ഓഡിറ്ററിന് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് കിട്ടുന്നുണ്ട്. അയാൾ കണ്ടെത്തിയ തെറ്റുകളൊക്കെ മെറ്റീരിയൽ ആണ്. ആ മെറ്റീരിയൽ ആയിട്ടുള്ള തെറ്റുകൾ അത് ഇയാൾ കണ്ടിന്യൂസ് ആയിട്ട് റെപ്പറ്റേറ്റീവ് ആയിട്ട് വീണ്ടും 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 ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സോ പവേഴ്സീവ് കൂടിയാണ്. ഇത് മൂന്നും ഒത്തുചേർന്ന് വന്നു കഴിഞ്ഞാൽ ഓഡിറ്റർ എന്ത് ഒപ്പീനിയൻ കൊടുക്കുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മൊത്തത്തിൽ തട്ടിപ്പാണ്, ഇതൊന്നും ഫെയർ അല്ല, ഇത് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് എന്നൊരു ഒപ്പീനിയൻ ആയിരിക്കും ഓഡിറ്റർ പ്രൊവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് അഡ്വേഴ്സ് ഒപ്പീനിയൻ. നാലാമത്തെ അവസാനത്തെ ഒപ്പീനിയൻ ആണ് ഡിസ്ക്ലൈമർ ഓഫ് ഒപ്പീനിയൻ. അതും പേര് കേട്ടാൽ മനസ്സിലാവണമെന്നില്ല. ഡിസ്ക്ലൈമർ ഓഫ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഓഡിറ്ററിനും ബുദ്ധിമുട്ടാണ്, വായിക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ്. ഓഡിറ്റർ പരിശോധന നടത്തിയ സമയത്ത് അയാൾ ഏകദേശം കറക്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇവര് കുറെ അധികം തെറ്റുകളൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്, ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ഓഡിറ്ററിന്റെ കയ്യിൽ തെളിവുകളിൽ he doesn't have the evidence, സഫീഷ്യന്റ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ല. അപ്പൊ അത് അൺഡിറ്റക്റ്റഡ് മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് എന്ന് അയാൾക്ക് തോന്നുന്നുണ്ട്. അതായത് ഓഡിറ്ററിന്റെ ശ്രദ്ധയിൽപ്പെടാത്ത തെറ്റുകൾ ഇതിലുണ്ട്. അത് എന്തുകൊണ്ട് അൺഡിറ്റക്റ്റഡ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിസൂത്ര എന്താണ് നല്ല രീതിയിൽ ബുദ്ധി ഉപയോഗിച്ച് കൗശലക്കാരന്മാരായിട്ടുള്ള ആൾക്കാര് ഇതെങ്ങനെയൊക്കെയോ മറച്ചിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ പകൽ മാന്യനാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ ഇതിനെ കവറപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓഡിറ്റർ മാക്സിമം ശ്രമിച്ചു അതിനകത്ത് എന്തെങ്കിലും ഒരു റോങ് ഐറ്റത്തിന്റെ തെളിവുകൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ അവർ ഇൻവോയ്സ് ഫോർജ് ചെയ്തായിരിക്കും. പക്ഷെ ഇൻവോയ്സ് എടുത്ത് നോക്കുമ്പോൾ അത് പക്ക ജെന്യുവൻ ആണ്. ബാക്കിയുള്ള ഇൻവോയ്സ് എങ്ങനെയാണോ അടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇൻവോയ്സ് ഉള്ളത്, അതുപോലെ തന്നെയാണ് ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഓഡിറ്ററിന് ഇതിനകത്ത് തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ആ മിസ്റ്റേക്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഓഡിറ്ററിന്റെ ഇൻസൈറ്റ് പറയുന്നുണ്ട്, ബേസ്ഡ് ഓൺ ഹിസ് എക്സ്പീരിയൻസ്, ബേസ്ഡ് ഓൺ ഹിസ് നോളജ്, ആ ഇൻസൈറ്റ് പറയുന്നുണ്ട് എനിക്ക് കണ്ടെത്താൻ പറ്റാത്ത ഈ തെറ്റുകളൊക്കെ തന്നെ മെറ്റീരിയൽ ആണ്, അത് പെർവേസീവ് ആണ്. കാരണം ഇവര് ഒരു തവണ മാത്രം ഇത് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് കണ്ടെത്താൻ പറ്റിയത്. ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരേ പാറ്റേണിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഇത് കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പൊ ഓഡിറ്ററിനെ സംബന്ധിച്ച് ഇവിടെ അൺമോഡിഫൈഡ് അല്ലെങ്കിൽ അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ക്ലീൻ ചിറ്റ് ആണ്. ഇവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിശ്വസിക്കാം എന്ന് നമ്മൾ പറയുന്നത് പോലെ ആയിപ്പോകും. അപ്പൊ ഓഡിറ്ററിന്റെ മനസ്സിൽ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്, ബേസ്ഡ് ഓൺ ഹിസ് എക്സ്പീരിയൻസ്, ഇതിൽ എന്തൊക്കെയോ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന്. അങ്ങനെ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് തോന്നൽ വന്നിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ പറ്റി അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുത്തിട്ട് നാളെ വേറെ ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഓഡിറ്ററോ അന്വേഷണ സംഘമോ ഇവരെ കണ്ടെത്തി കഴിഞ്ഞാലോ, ഇവരുടെ സ്റ്റേറ്റ്മെന്റ്സിൽ തെറ്റുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ തൊട്ട് മുന്നേ ഓഡിറ്റ് ചെയ്ത് അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുത്ത ഓഡിറ്ററിന്റെ ചീത്തപ്പേരാവും. അയാളുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും. അതുകൊണ്ട് അയാൾക്ക് അൺമോഡിഫൈഡ് കൊടുക്കാൻ പറ്റില്ല. ഈവൻ ദോ അയാളുടെ കയ്യിൽ എവിഡൻസ് ഇല്ല, തെറ്റുകളൊന്നും കണ്ടെത്തിയിട്ടില്ല എങ്കിൽ.
ഇനി അഡ്വൈസ് കൊടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അഡ്വൈസും കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അഡ്വൈസ് കൊടുക്കണമെങ്കിൽ എവിഡൻസ് വേണം. എവിഡൻസ് ഇല്ലാത്ത പക്ഷെ എങ്ങനെയാണ് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന അഡ്വൈസ് ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റുക? അപ്പൊ ഈ രണ്ട് സാധനങ്ങൾക്കും ഇടയിൽ നിൽക്കുന്ന സമയത്ത് ആക്ച്വലി ഓഡിറ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ പറ്റി ഞാൻ ഒപ്പീനിയൻ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു ഒപ്പീനിയൻ, ഡിസ്ക്ലൈമർ ഓഫ് ഒപ്പീനിയൻ പാരഗ്രാഫിൽ പറയും. എനിക്ക് ഇതിനെപ്പറ്റി കൃത്യമായ ഒരു ഒപ്പീനിയൻ പറയാൻ പറ്റുന്നില്ല എന്നൊരു ഒപ്പീനിയൻ ആര് പറയും? ഓഡിറ്റർ. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് എവിഡൻസ് ഇല്ല എന്നുള്ളതാണ്, തെളിവില്ല. ഇപ്പൊ കോടതി ചില ആൾക്കാരെ വെറുതെ വിടില്ലേ തെളിവില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഓഡിറ്ററിനെ അറിയാം ഇവന്മാർ എന്തൊക്കെയോ ഉടായ്പ കാണിക്കുന്നുണ്ട്, അത് വ്യാപകമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ എം നോട്ട് ഏബിൾ ടു ഡിറ്റക്ട് ദോസ് മിസ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ദോസ് മിസ്റ്റേറ്റ്മെന്റ്സ് ആർ മെറ്റീരിയൽ ആസ് വെൽ ആസ് പെർവേസീവ്, ബട്ട് ഇറ്റ് കനോട്ട് ഗെറ്റ് എനി എവിഡൻസ് ഓൺ ദാറ്റ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കറങ്ങി നിൽക്കുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒപ്പീനിയൻ ആണ് ഡിസ്ക്ലൈമർ ഓഫ് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്ക്ലൈമർ ഓഫ് ഒപ്പീനിയൻ എപ്പോഴാണ് കൊടുക്കുന്നത്? തെറ്റുണ്ടെന്ന് ഓഡിറ്ററിന്റെ ബോധ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അയാൾക്ക് അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, അതിനുള്ള തെളിവില്ല. പക്ഷെ ഈ കണ്ടെത്താത്ത തെറ്റുകളൊക്കെ തന്നെ വ്യാപകമായ തെറ്റുകളാണ്, കണ്ടിന്യൂസ്ലി റെപ്പറ്റേറ്റീവ്ലി ചെയ്യുന്ന തെറ്റുകളാണ്. അത് വല്ലാത്ത സിറ്റുവേഷൻ ആണ്. ഓഡിറ്ററിന് അൺമോഡിഫൈഡും കൊടുക്കാൻ പറ്റത്തില്ല, ക്വാളിഫൈഡും കൊടുക്കാൻ പറ്റത്തില്ല, അഡ്വൈസും കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ he will give a disclaimer of opinion. Okay, so these are the 4 audit opinions given by the external auditors. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ അൺമോഡിഫൈഡ് അല്ലെങ്കിൽ അൺക്വാളിഫൈഡ്, പെർഫെക്റ്റ്ലി ഓക്കെ. രണ്ടാമത്തത് ക്വാളിഫൈഡ് ഒപ്പീനിയൻ, തെറ്റുണ്ട്, അത് മെറ്റീരിയൽ ആണ്, പക്ഷെ അത് കണ്ടിന്യൂസ്ലി ചെയ്തിട്ടില്ല, പെർവേസീവ് അല്ല, അതുകൊണ്ട് ഒരു അബദ്ധം എന്നുള്ളത് കൊണ്ട് മാത്രം അതിന് നമുക്ക് ക്വാളിഫൈഡ് ഒപ്പീനിയൻ എന്ന് പറയും. മൂന്നാമത് അഡ്വേഴ്സ് ഒപ്പീനിയൻ, തെറ്റുണ്ട്, ആ തെറ്റ് പ്രാധാന്യമുള്ള തെറ്റാണ്, കണ്ടിന്യൂസ്ലി ചെയ്യുന്നുണ്ട്, അഡ്വേഴ്സ് ഒപ്പീനിയൻ. നാലാമത്തത് ഡിസ്ക്ലൈമർ ഓഫ് ഒപ്പീനിയൻ. മെറ്റീരിയൽ മീൻസ്, മെറ്റീരിയൽ എന്ന് വെച്ചാൽ പ്രാധാന്യമുള്ളത്. മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളത്, നിങ്ങളുടെ ബിസിനസിന്റെ പ്രോഫിറ്റബിലിറ്റിനെയോ പ്രവർത്തനത്തെയോ സക്സസിനെയോ ഒക്കെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ അത്രയും പ്രാധാന്യമുള്ള കാര്യം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഓൾറെഡി ഇത്. അതിനെയാണ് നമ്മൾ മെറ്റീരിയൽ എന്ന് പറയുന്നത്. മെറ്റീരിയൽസ് നമ്മൾ മറ്റേ മെറ്റീരിയൽ അല്ല, സാധനങ്ങളെ നമ്മൾ മെറ്റീരിയൽ എന്ന് വിളിക്കില്ലേ, ആ മെറ്റീരിയൽ അല്ല ഇത്. മെറ്റീരിയാലിറ്റി എന്നുള്ള മെറ്റീരിയൽ ആണ്, പ്രാധാന്യം. സോ ഒരു മിസ്റ്റേക്ക്, ഒരു തെറ്റുണ്ട്, തട്ടിപ്പ് നടത്തി, ഒരു ക്യാഷിന്റെ തിരിമറി നടത്തി. ഇപ്പൊ എന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ സ്ഥാപനത്തിന്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത്, ആനുവൽ ഗ്രോസ് റവന്യൂ എന്ന് പറയുന്നത് 30 കോടിയാണെന്ന് വിചാരിക്കുക, 30 കോടി. ആൻഡ് ഓഡിറ്റർ ഓഡിറ്റ് ചെയ്ത സമയത്ത് മനസ്സിലാക്കി നിങ്ങളുടെ കമ്പനിയിൽ ഒരു 1500 രൂപ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഒരു 1500 രൂപയുടെ വെട്ടിപ്പ് നടന്നിട്ടുണ്ട്, 1500. സോ 30 കോടി ഗ്രോസ് റവന്യൂ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനത്തിൽ 1500ന്റെ തട്ടിപ്പ് നടത്തി എന്ന് പറയുന്നത് ഇമ്മെറ്റീരിയൽ ആണ്. ആ 1500 രൂപ കൊണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ പ്രോഫിറ്റ് മാർജിനെ വലിയ രീതിയിൽ ബാധിക്കാനോ നിങ്ങളുടെ റേഷ്യോസിനെ എഫക്ട് ചെയ്യാനോ ഒന്നും പോകുന്നില്ല. 1500 എന്ന് പറയുന്നത് വളരെ തുച്ഛമായ തുകയാണ്. അപ്പൊ അത് ഇമ്മെറ്റീരിയൽ ആണ്. അതേസമയം 30 കോടിയുള്ള സ്ഥാപനത്തിൽ 15 കോടിയുടെയോ 10 ലക്ഷത്തിന്റെയോ ഒക്കെ നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെറ്റീരിയൽ ആണ്. പോട്ടെ, ഡോളറിന്റെ കേസ് എടുക്കുവാണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന് ഇപ്പൊ ഒരു 1 മില്യൺ സെയിൽ ഉണ്ട്. 1 മില്യന്റെ സെയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ $10,000 തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി അത് മെറ്റീരിയൽ ആണ്. നിങ്ങൾ $50 തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞാൽ അത് ഇമ്മെറ്റീരിയൽ ആണ്. That's the difference. Next, റിസ്ക് ആൻഡ് ഇന്റേണൽ കൺട്രോൾ. ഏറ്റവും എടുത്ത് പറയുന്ന ഒരു പോയിന്റ് ആദ്യമേ തന്നെ കൊടുത്തിട്ടുണ്ട്. റിസ്ക് ക്യാൻ ബി മിറ്റിഗേറ്റഡ്, കനോട്ട് ബി എലിമിനേറ്റഡ്. റിസ്കിനെ നമുക്ക് കുറയ്ക്കാനേ സാധിക്കും. മിറ്റിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. കുറയ്ക്കാനേ സാധിക്കും, എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല, പൂർണ്ണമായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു റിസ്ക് മോഡലാണ്, ഓഡിറ്റ് റിസ്ക് മോഡലാണ് തന്നിരിക്കുന്നത് AICPA-യുടെ. AICPA ഉണ്ടോ? അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്, AICPA. CPA എന്ന് പറയുന്ന CPA USA കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന അമേരിക്കയിലെ പ്രൊഫഷണൽ ബോഡിയാണ്.
അക്കോർഡിംഗ് ടു AACP ആണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള അക്കൗണ്ടിങ് ഇസ് ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ എന്ന് പറയുന്ന ഡെഫിനിഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് AACP ആണ്. നമ്മുടെ IMA കഴിഞ്ഞാൽ ഏറ്റവും കുറച്ചുകൂടെ ഹയർസ്റ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് CPA ബോർഡ്. ഏറ്റവും പ്രധാനപ്പെട്ട ബോർഡുകളാണ് ഇത് രണ്ടെണ്ണം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടൻസും സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസും. അപ്പൊ ഇവർ ഈ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഓഡിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാവുന്ന കുറച്ച് റിസ്കുകളുണ്ട്. ഒരു ഓഡിറ്ററിന് ഉണ്ടാവാൻ സാധ്യതയുള്ള റിസ്കുകളുണ്ട്, അല്ലെങ്കിൽ ഓഡിറ്റിംഗ് പ്രൊസീജിയർ നേരിടാൻ സാധ്യതയുള്ള റിസ്കുകളുണ്ട്. ആ റിസ്കുകളെയാണ് ഈ AACPയുടെ ഓഡിറ്റ് റിസ്ക് മോഡലിൽ നമുക്ക് മെൻഷൻ ചെയ്ത് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ ഐറ്റമാണ് ഇൻഹറന്റ് റിസ്ക്, 2 കൺട്രോൾ റിസ്ക്, 3 ഡിറ്റക്ഷൻ റിസ്ക്, IR, CR, DR. ഇത് 3 കൂടെ ചേരുന്നതാണ് ടോട്ടൽ ഓഡിറ്റ് റിസ്ക് എന്ന് പറയുക. ഇൻഹറന്റ് റിസ്ക്, കൺട്രോൾ റിസ്ക് ആൻഡ് ഡിറ്റക്ഷൻ റിസ്ക്. സോ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇൻഹറന്റ് റിസ്ക്. എന്താണ് ഇൻഹറന്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ റിസ്ക് മാനേജ്മെന്റിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? റിസ്ക് മാനേജ്മെന്റ് പാർട്ട് 2 പഠിച്ചിട്ടുണ്ടാവും. ഇൻഹറന്റ് റിസ്ക്, റെസിജ്വൽ റിസ്ക് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇൻഹറന്റ് റിസ്ക് സിംപ്ലി നിങ്ങൾ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയിലെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി ഓരോ രീതിയിലുള്ള കൺട്രോളിംഗ് പ്രൊസീജിയേഴ്സും അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കും. ഒരു റിസ്ക് കുറയ്ക്കാൻ വേണ്ടി ഒരു രീതിയിലുള്ള കൺട്രോളിംഗ് ആക്ടിവിറ്റീസും അപ്ലൈ ചെയ്യാത്തപ്പോൾ നാച്ചുറലി ആ ആക്ടിവിറ്റിയിൽ എത്രത്തോളം റിസ്ക് നിലനിൽക്കുന്നുണ്ടോ അതിനെയാണ് ഇൻഹറന്റ് റിസ്ക് എന്ന് പറയുന്നത്. ഇപ്പോ ഒരു ബൈക്ക് ഓടിക്കുകയാണ് നിങ്ങളെങ്കിൽ അവിടെ ഇൻഹറന്റ് റിസ്ക് ആണ് നിങ്ങൾ ബൈക്കിൽ നിന്ന് താഴെ വീഴാനോ ആ ബൈക്കിൽ വേറൊരു വണ്ടിയിൽ പോയി ഇടിക്കാനോ ഉള്ളത് ഇൻഹറന്റ് റിസ്ക് ആണ്. നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയാണെങ്കിൽ അവിടുത്തെ ഇൻഹറന്റ് റിസ്ക് ആണ് അത് ബ്രേക്കപ്പോ അല്ലെങ്കിൽ ഡിവോഴ്സോ ആവുക എന്നുള്ളത് ഇൻഹറന്റ് റിസ്ക് ആണ്. എക്സാം എഴുതിയാൽ പരാജയപ്പെടും എന്നുള്ളത് ഇൻഹറന്റ് റിസ്ക് ആണ്. അതായത് നാച്ചുറലി നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മളിപ്പം എക്സാം എഴുതുമ്പോൾ നന്നായിട്ട് പഠിക്കുന്നു, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, അതൊന്നും ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. അതൊക്കെ കൺട്രോളിംഗ് പ്രൊസീജിയേഴ്സ് ആണ്. തോൽക്കും എന്ന റിസ്കിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കൺട്രോളിംഗ് പ്രൊസീജിയേഴ്സ് ആണ് പഠിക്കുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കും. നാച്ചുറലി നിങ്ങളൊരു എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ പരാജയപ്പെടും എന്നുള്ളത് ഇൻഹറന്റ് റിസ്ക് ആണ്. എല്ലാ കൺട്രോൾസും അപ്ലൈ ചെയ്ത് പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പഠിച്ചു, നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തു, ക്ലാസ്സുകൾ കണ്ടു, പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കി, മുന്നേ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളോട് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു, എല്ലാം പഠിച്ചിട്ട് പോയി എഴുതി, എന്നിട്ടും ഫെയിൽ ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഫെയിൽ ആവാൻ സാധ്യതയുണ്ട്. അതിനെ നമ്മൾ റെസിജ്വൽ റിസ്ക് എന്ന് പറയും. ദാറ്റ് ഇസ് കോൾഡ് റെസിജ്വൽ റിസ്ക്. ബൈക്ക് ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ഹെൽമെറ്റ് ധരിക്കുന്നു, റോഡ് നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നു, വളരെ മിനിമം സ്പീഡിൽ വണ്ടി ഓടിക്കുന്നു, അങ്ങനെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കൺട്രോളിങ് ആക്ടിവിറ്റീസ് നിങ്ങൾ ഇട്ടു. പക്ഷെ എതിരെ വരുന്ന ഒരു ടിപ്പർ ലോറിയുടെ ഡ്രൈവർ ഉറങ്ങിപ്പോയി, അയാൾ വന്നിട്ട് നിങ്ങൾ ഇടിച്ചു തെറിപ്പിച്ചു. അത് റെസിജ്വൽ റിസ്ക് ആണ്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം കൺട്രോളിങ് ആക്ടിവിറ്റീസ് നിങ്ങൾ ഇൻപുട്ട് ചെയ്തു, എന്നിട്ടും നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ അത് റെസിജ്വൽ റിസ്ക് ആണ്. എന്നാൽ ഒരു കൺട്രോൾസും അപ്ലൈ ചെയ്യാത്തപ്പോൾ, എടുത്തെടുത്ത് പറയുന്ന ഒരു വാക്കാണ് നോ റിലേറ്റഡ് ഇന്റേണൽ കൺട്രോൾസ്, ഒരു തരത്തിലുള്ള ഇന്റേണൽ കൺട്രോൾസും നമ്മൾ അപ്ലൈ ചെയ്യാത്തപ്പോൾ ആ പർട്ടിക്കുലർ ആക്ടിവിറ്റിയിലോ പ്രവൃത്തിയിലോ നിലനിൽക്കുന്ന നാച്ചുറലി എക്സിസ്റ്റ് ചെയ്യുന്ന റിസ്കിനെയാണ് ഇൻഹറന്റ് റിസ്ക് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കതൊരു കോൺസെപ്ച്വൽ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇൻഹറന്റ് റിസ്ക് നമുക്ക് ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റില്ല. എത്രയാണ് റിസ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയാണ് റിസ്ക് എന്ന് പറയാൻ പറ്റില്ല, അത് ഇൻഡെഫിനിറ്റ് ആണ്. റെസിജ്വൽ റിസ്ക് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റും, കാരണം നിങ്ങൾ റിസ്കിനെ കുറച്ച് 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 കൊണ്ടുവന്നിട്ട് ബാക്കി വരുന്ന റിസ്ക് ആണ്. റെസിജ്വൽ റിസ്ക് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റും, ഇൻഹറന്റ് റിസ്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, റെസ്റ്റോറന്റ് ബിസിനസ് ആണോ പോട്ടെ, ടെക്സ്റ്റൈൽ ബിസിനസ്സിനാണോ അതോ ജ്വല്ലറി ബിസിനസ്സിനാണോ ഇൻഹറന്റ് റിസ്ക് കൂടുതൽ? ജ്വല്ലറി ബിസിനസ്സിനായിരിക്കുമോ അതോ ടെക്സ്റ്റൈൽ ബിസിനസ്സിനായിരിക്കുമോ ഇൻഹറന്റ് റിസ്ക് കൂടുതൽ? ഏതിനായിരിക്കും? ടെക്സ്റ്റൈലിനാണോ ജ്വല്ലറിക്കാണോ? ടെക്സ്റ്റൈൽ. ഇപ്പം ജ്വല്ലറിയെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിക്കുകയെ, കച്ചവടം നടന്നില്ലെങ്കിലും വലിയ റിസ്ക് ഇല്ല, കാരണം അതൊരു അസറ്റാണ്. സാധനം വിറ്റുപോയില്ലെങ്കിലും അതൊരു അസറ്റായിട്ട് കയ്യിലിരിക്കും. സ്വർണത്തിന് എപ്പോഴും മൂല്യമാണ് അല്ലേ? അതേസമയം തുണി അങ്ങനെയാണോ? തുണി ഔട്ട് ഓഫ് ഫാഷൻ ആയി, ട്രെൻഡ് മാറി,
ട്രെൻഡ് മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് വേറെ ട്രെൻഡാക്കി എടുക്കാനൊന്നും പറ്റത്തില്ല. ഒരിക്കൽ തയ്ച്ചത് പിന്നെ വെട്ടി തയ്ച്ചെടുക്കാനൊന്നും പറ്റില്ല. വിറ്റില്ല. പിന്നെ ആകെ ഒരു സെനാരിയോ വരുന്നത് മോഷണത്തിലാണ്. മോഷണം നടക്കുമ്പോൾ റിസ്ക് കൂടുതൽ ഒബ്വിയസ്ലി ഇതിനായിരിക്കും, ജ്വല്ലറിക്കായിരിക്കും. കാരണം അവിടുന്ന് ഒരു 2 സാധനം അടിച്ചോണ്ട് പോകുന്നതും തുണിക്കടയിൽ ഒരു 10-50 തുണി അടിച്ചോണ്ട് പോകുന്നതും തമ്മിൽ ചിലപ്പോൾ ഈക്വലന്റ് ആയിരിക്കും. കാരണം അവിടുത്തെ 50 തുണിയുടെ വിലയായിരിക്കും ഇവിടുത്തെ 2 ഐറ്റത്തിന്റെ വില. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇൻഹറന്റ് റിസ്ക് കൂടുതൽ ടെക്സ്റ്റൈലിനാണ് കമ്പയർഡ് ടു ജ്വല്ലറി. ഞാൻ വേറൊരു കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ ടെക്സ്റ്റൈലും നിങ്ങളെ റെസ്റ്റോറന്റും തമ്മിൽ കമ്പയർ ചെയ്താലോ, ടെക്സ്റ്റൈൽ ആൻഡ് റെസ്റ്റോറന്റ് ആണെങ്കിലോ, റെസ്റ്റോറന്റും ടെക്സ്റ്റൈലും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ ആർക്കായിരിക്കും ഇൻഹറന്റ് റിസ്ക് കൂടുതൽ? ടെക്സ്റ്റൈല് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് തുണി വിറ്റുപോയില്ലെങ്കിൽ ഇന്ന് വിറ്റില്ലെങ്കിൽ നാളെ വിൽക്കാം, മറ്റന്നാൾ വിൽക്കാം, ചിലപ്പോൾ 1 മാസം കഴിഞ്ഞ് വേണമെങ്കിൽ വിൽക്കാം, 5 മാസം കഴിഞ്ഞ് വിൽക്കാം. നന്നായിട്ട് സൂക്ഷിച്ചാൽ മതി. റെസ്റ്റോറന്റിൽ ഇന്ന് വിൽക്കാതെ പോയ അൽഫാമ് നാളെ ചൂടാക്കി കൊടുക്കാൻ പറ്റൂ? അല്ലെങ്കിൽ ഇന്നത്തെ ബീഫ് ഫ്രൈ 2 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും? പൊറോട്ട കൊടുക്കാൻ പറ്റും? പറ്റില്ല. അന്നന്ന് തന്നെ കച്ചവടം നടക്കണം. അന്നത് വിറ്റുപോയില്ലെങ്കിൽ പിന്നെ അതിന്റെ മൂല്യം ഇല്ല, അത്ര രൂപ നഷ്ടമാണ്. അപ്പോ കമ്പാരിസൺ അനുസരിച്ചിട്ട് ഇൻഹറന്റ് റിസ്ക് ആർക്കാണെന്നുള്ളത് മാറും. ഇപ്പോ ഈ കേസിൽ റെസ്റ്റോറന്റിന്റെയും ടെക്സ്റ്റൈലിന്റെയും കേസിൽ നോക്കുമ്പോൾ റെസ്റ്റോറന്റിനാണ് ഇൻഹറന്റ് റിസ്ക് കൂടുതൽ. ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കണം. എല്ലാ ദിവസവും ഫുഡ് ഉണ്ടാക്കണം. ഇന്നുണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നാളെയും മെയിൻറ്റെയിൻ ചെയ്യണം, ഇല്ലെങ്കിൽ ആൾക്കാർക്ക് ദേഷ്യം വരും. ആൻഡ് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു ഭക്ഷ്യവിഷബാധ ഉണ്ടായി കഴിഞ്ഞ് ഒരാൾക്ക് വയ്യാതായി കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനിയുടെ മൊത്തം പേര് ഇടിയും, ഡാമേജ് ഉണ്ടാവും, നിങ്ങളുടെ കച്ചവടം മൊത്തം കൂട്ടും. എന്നാൽ ഒരു തുണിക്കടയിൽ നിന്ന് ഏതെങ്കിലും ഒരു തുണി ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കച്ചവടം മൊത്തം പൊളിയത്തില്ല. ഇപ്പൊ കമ്പയറിംഗ് റെസ്റ്റോറന്റ് ആൻഡ് ടെക്സ്റ്റൈൽ, റെസ്റ്റോറന്റിന് ഇൻഹറന്റ് റിസ്ക് കൂടുതലാണ് കമ്പയർഡ് ടു ടെക്സ്റ്റൈൽ ഷോപ്പ്. സോ ആരുമായിട്ട് കമ്പയർ ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചിട്ട് ഇൻഹറന്റ് റിസ്ക് കൂടുതലാണോ കുറവാണോ എന്ന് പറയാം. അപ്പൊ നമ്മുടെ ഓഡിറ്റിങ്ങിന്റെ കേസിൽ വരുന്ന സമയത്ത് ഓഡിറ്റിംഗിൽ ഇൻഹറന്റ് റിസ്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഓഡിറ്ററിന് പല കാര്യങ്ങളും കണ്ടെത്താൻ പറ്റണമെന്നില്ല. കമ്പനിയുടെ പലതരത്തിലുള്ള ഒബ്ജക്റ്റീവ്സും അച്ചീവ് ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ടാണോ എന്ന് ഓഡിറ്ററിന് ചിലപ്പം കറക്റ്റ് ആയിട്ട് കണ്ടെത്താൻ പറ്റണമെന്നൊന്നുമില്ല. അതൊരു ഇൻഹറന്റ് റിസ്ക് ആണ്. ഓഡിറ്ററിന്റെ സ്കിൽ അനുസരിച്ചിരിക്കും, ഓഡിറ്ററിന്റെ കഴിവനുസരിച്ചിരിക്കും, ഓഡിറ്റർ കൊടുക്കുന്ന ടൈമിന്റെ എഫർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടോ, തെറ്റുകൾ നടക്കുന്നുണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ ഇൻഹറന്റ് റിസ്ക് ഉണ്ട്. ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് തെറ്റുകൾ സംഭവിക്കാനുള്ള ഇൻഹറന്റ് റിസ്ക് കൂടുതലാണ്. കൺട്രോൾ റിസ്ക് എന്താണ്? കൺട്രോൾ റിസ്ക് എന്ന് പറയുമ്പോൾ controls put in place will fail to prevent obstacles from interfering with achievement of an objective. അതായത് റിസ്ക് കുറയ്ക്കാൻ വേണ്ടി കമ്പനി എന്ത് ചെയ്തിരിക്കുന്നു, കുറച്ച് കൺട്രോൾസ്, ഇന്റേണൽ കൺട്രോൾസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇന്റേണൽ കൺട്രോൾസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് കൺട്രോൾ റിസ്കിനെ വേണമെങ്കിൽ റെസിജ്വൽ റിസ്ക് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. കൺട്രോൾ റിസ്ക് എന്താണ്? റെസിജ്വൽ റിസ്കിന്റെ അതേ ഒരു കോൺസെപ്റ്റ് ആണ് വരുന്നത്. നിങ്ങൾ കൃത്യമായ രീതിയിൽ ഇന്റേണൽ കൺട്രോൾ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തു, പക്ഷേ ഈ ഇംപ്ലിമെന്റ് ചെയ്ത കൺട്രോളിനൊന്നും നിങ്ങളുടെ ഈ പറഞ്ഞ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കാതെ വരുന്നു, ഇന്നാഡിക്കേറ്റ് ആയിട്ട് വരുന്നു. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കമ്പനിയുടെ ഇൻവെന്ററി നോക്കാൻ വേണ്ടി നിങ്ങളൊരു വെയർഹൗസ് മാനേജറെയും സെക്യൂരിറ്റി ഗാർഡിനെയും വെക്കുന്നു എന്ന് വിചാരിക്കാം. ഇൻവെന്ററി എല്ലാം സൂക്ഷിക്കാനായിട്ട് വെയർഹൗസ് മാനേജറും ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്. ഇവര് രണ്ടും കൂടെ ടീമായിട്ട് ഈ ഇൻവെന്ററി അടിച്ചുകൊണ്ട് പോയിക്കൂടെ? നമ്മൾ കൺട്രോളിന് വേണ്ടിയിട്ടാണ് ഇവര് രണ്ടുപേരെ വെച്ചേക്കുന്നത്. പക്ഷെ ഇവര് രണ്ടും കൂടെ ടീമായി കഴിഞ്ഞിട്ട് ഇത് 2 സാധനം അടിച്ചുകൊണ്ട് പോകും, ആരും അറിയത്തില്ല. അപ്പൊ നിങ്ങള് റിസ്ക് കുറയ്ക്കാൻ വേണ്ടി പുട്ട് ചെയ്ത കൺട്രോൾ തന്നെ നിങ്ങൾക്ക് ഭീഷണിയായിട്ട് മാറും. താഴെ തന്നിരിക്കുന്ന എക്സാമ്പിൾ അത് തന്നെ. റിക്കറിംഗ് 2 അപ്രൂവൽസ് ഫോർ എക്സ്പെൻഡിച്ചർ ഓവർ എ സർട്ടൻ ഡോളർ എമൗണ്ട് കുഡ് ബി ബൈപാസ്ഡ് ബൈ കൊല്യൂഷൻ. ഒരു പർട്ടിക്കുലർ എമൗണ്ടിന് മുകളിൽ ഒരു എമൗണ്ട് പേയ്മെന്റ് ചെയ്യണമെങ്കിൽ 2 പേരുടെ അപ്രൂവൽസ് വേണം. ഞാനും മിഥുനും അപ്രൂവ് ചെയ്താൽ മാത്രമേ ഇവിടുന്ന് പേയ്മെന്റ് പോകൂ എന്ന് വിചാരിക്കുക. കമ്പനിയാണ്, ഞങ്ങളാണ് ഈ പറഞ്ഞ ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്യുന്നത്, പേയ്മെന്റ് റിലീസ് ചെയ്യേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ എനിക്ക് തട്ടിപ്പ് നടത്താൻ സാധ്യത ഉള്ളതുകൊണ്ട് അതൊന്നുകൂടെ ഉറപ്പുവരുത്താൻ വേണ്ടി മിഥുനെയും കൂടെ ആഡ് ചെയ്തിരിക്കും. പക്ഷെ ഞാനും മിഥുനും കൂടെ ടീമായിട്ട് തോന്നിയതുപോലെ ഒപ്പിട്ട് എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത കൺട്രോൾ തന്നെ നിങ്ങൾക്ക്
പ്രത്യേകിച്ച് പ്രൊട്ടക്ഷൻ ഒന്നും തരാത്തൊരവസ്ഥയിലേക്ക് എത്തും. സോ ദാറ്റ് ഈസ് കാൾഡ് കൺട്രോൾ റിസ്ക്, അല്ലെങ്കിൽ നമുക്കതിനെ റെസീജിയൽ റിസ്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. നിങ്ങൾ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തു, എന്നിട്ടും ആ റിസ്ക് അവിടെ നടക്കുന്നു, പോസിബിൾ ആണ്. അതിനെ നമ്മൾ കൺട്രോൾ റിസ്ക് എന്ന്. ഡിറ്റക്ഷൻ റിസ്ക് എന്താണ്? ഡിറ്റക്ഷൻ റിസ്ക് ഡിറ്റക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു റോങ് ആയിട്ടുള്ള കാര്യം നടന്നു, ഒരു റിസ്ക് ഒക്കർ ചെയ്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നേ ഇല്ല. യു ആർ നോട്ട് ഏബിൾ ടു ഡിറ്റക്ട് ആ ഒരു ഒബ്സ്റ്റക്കിൾ എന്താണെന്ന്, അവിടെയുള്ള തടസ്സം എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. എത്രയും വേഗം കണ്ടെത്തിയാലാണ് നമുക്കതിന് പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുക. പക്ഷെ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു മോഷണം നടന്ന് പിറ്റേന്നത് കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് അതിന്റെ കുറ്റവാളിയെ പെട്ടെന്ന് പിടിക്കാൻ പറ്റും. ഈ മോഷണമോ ഈ തട്ടിപ്പോ നിങ്ങൾ 1 മാസം കഴിഞ്ഞോ 2 വർഷം കഴിഞ്ഞോ ഒക്കെയാണ് കണ്ടുപിടിക്കുന്നെങ്കിലോ, അപ്പൊ പിന്നെ അതിന് ചിലപ്പോൾ പരിഹാരം ഉണ്ടാക്കാനേ പറ്റത്തില്ല. ചിലപ്പോൾ ആ മോഷണം നടത്തിയ എംപ്ലോയി നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അടുത്ത ഫിനാൻഷ്യൽ ഇയർ ആയിട്ടുണ്ടായിരിക്കും. ഇനി അത് കിട്ടിയിട്ട് കാര്യം ഉണ്ടാവില്ല. സോ എത്രയും വേഗത്തിൽ കണ്ടെത്തുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും നല്ല മെത്തേഡ്. പക്ഷെ പലപ്പോഴും നിങ്ങൾക്കത് കണ്ടെത്താൻ പറ്റാതെ വരും. അത് എന്തെങ്കിലുമൊക്കെ ഇൻഎഫിഷ്യൻസി കാരണമായിരിക്കും പറ്റാതെ വരുന്നത്. അപ്പൊ ഒരു റിസ്ക് നടന്നു, ആ റിസ്കിനെ ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാതെ വരുന്നതിനെയാണ് ഡിറ്റക്ഷൻ റിസ്ക് എന്ന് പറയുന്നത്. ഡിറ്റക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഓഡിറ്റിംഗ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ അവിടെ ഒരു പ്രശ്നമുണ്ടായി, തെറ്റുണ്ടായി, ആ വെരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് നടക്കുന്ന സമയത്ത് യു ആർ നോട്ട് ഏബിൾ ടു ഐഡന്റിഫൈ ഇറ്റ്. ആ മിസ്റ്റേക്കിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആ മിസ്റ്റേക്സ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും അതിന്റെ ഒരു പ്രാധാന്യം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അത് വലിയ പ്രശ്നമായിട്ട് ചിലപ്പോൾ മാറിയിട്ടുണ്ടായിരിക്കും. അപ്പൊ തുടക്കത്തിലെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഈ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാതെ വരുന്നതിനെ ഡിറ്റക്ഷൻ റിസ്ക് എന്ന് പറയും. അപ്പം AICPയുടെ ഓഡിറ്റ് റിസ്ക് മോഡലുള്ള ഈ 3 കാര്യങ്ങളാണ് ഇൻഹെറന്റ് റിസ്ക്, കൺട്രോൾ റിസ്ക്, ഡിറ്റക്ഷൻ റിസ്ക്. അപ്പൊ ടോട്ടൽ ഓഡിറ്റ് റിസ്ക് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 3 തന്നിട്ടുണ്ടെങ്കിൽ ഇത് 3 കൂടെ കുടിച്ച് പറഞ്ഞാൽ മതി. അങ്ങനെ കണക്കൊന്നും ചോദിക്കില്ല, അത് ജസ്റ്റ് ഫോർമാലിറ്റിക്ക് വേണ്ടി തന്നിരിക്കുന്നതേ ഉള്ളൂ. AICP അങ്ങനെയാണ് ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ റിസ്ക് ഈസ് ഇക്വൽ ടു ഇൻഹെറന്റ് റിസ്ക് ഇൻറ്റു കൺട്രോൾ റിസ്ക് ഇൻറ്റു ഡിറ്റക്ഷൻ റിസ്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പ്രോബ്ലംസ് ഒന്നും ചോദിക്കില്ല, ജസ്റ്റ് ഓർത്തിരുന്നാൽ മാത്രം മതി. ഓക്കെ, 3 ഐറ്റംസ്. ഇന്റേണൽ കൺട്രോളിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 3 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത് ഇന്റേണൽ കൺട്രോളിന്. ഇത് ആര് കൊടുത്തിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻലി കോസോ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കോസോ നിങ്ങൾക്ക് അത് പഠിക്കാനായിട്ടൊരു മെമ്മറി എയ്ഡ് ആയിട്ടാണ് 3 പോയിന്റ്സ് തന്നിരിക്കുന്നത്. നമുക്കത് പഠിക്കാൻ നിങ്ങൾ OCR എന്നോ അല്ലെങ്കിൽ ക്രോയ് എന്നോ ഓർത്തിരുന്നാൽ മതി. ORC എന്ന് ഓർത്തിരിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് ഓർക്കാൻ പറ്റുക ക്രോയാണ്. CRO എന്നുള്ള രീതിയിൽ ഓർത്തിരുന്നാൽ മതി. കംപ്ലൈൻസ്, റിപ്പോർട്ടിംഗ്, ഓപ്പറേഷൻസ്. ഇത് 3ഉമാണ് ഇന്റേണൽ കൺട്രോളിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യണം. നിങ്ങളുടെ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടിംഗ് അതിനകത്തുള്ള ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യണം. നിയമപരമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യണം. ശക്തമായ അടിപൊളി ഒരു ഇന്റേണൽ കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട 3 ലക്ഷ്യം ഇത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഓരോ ഒബ്ജക്റ്റീവായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഓപ്പറേഷൻസ്. ഓപ്പറേഷൻസിനകത്ത് നമ്മുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് എൻറ്റിറ്റിയുടെ മിഷനും വിഷനും കോർ വാല്യൂസും ഒക്കെ അച്ചീവ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അസറ്റുകളൊക്കെ സേഫ് ഗാർഡ് ചെയ്യുക. നിങ്ങളുടെ അസറ്റ്, വാട്ട് ഈസ് ആൻ അസറ്റ്? അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ലാൻഡ്, ബിൽഡിംഗ് അങ്ങനെയെല്ലാം പറയും. എന്താണ് അസറ്റ് എന്ന് ചോദിച്ചാൽ എന്താ പറയാ? നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു റിസോഴ്സ് ആണ് അസറ്റ് എന്ന് പറയുന്നത്. ഫ്യൂച്ചറിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു റിസോഴ്സിനെയാണ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു അസറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? നാളെ നിങ്ങൾ ജോലി വാങ്ങിച്ച് നിങ്ങളെ കൊണ്ട് വീട്ടുകാർക്ക് ഒരു റവന്യൂ ഉണ്ടാക്കാൻ സാധിക്കുന്നെങ്കിൽ നിങ്ങൾ വീട്ടിലൊരു അസറ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ അസറ്റ് ആയിരിക്കും. സോ വാട്ട് ഈസ് ആൻ അസറ്റ്? ഇഫ് ഇറ്റ് ക്യാൻ ജനറേറ്റ് ഇൻകം ഇൻ ദ ഫ്യൂച്ചർ, ഇറ്റ് ഈസ് കോൾഡ് ആൻ അസറ്റ്. സോ ഈ അസറ്റിന്റെ സേഫ് ഗാർഡിങ്, അതുപോലെ എൻറ്റിറ്റിയുടെ മിഷൻ, വിഷൻ, കോർ ആക്ടിവിറ്റീസിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന്റെ ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള സ്മൂത്ത് ഫംഗ്ഷനിങ്, ഇതാണ് ഓപ്പറേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ നല്ല ഇന്റേണൽ കൺട്രോൾ ആണെങ്കിൽ ആ ഓപ്പറേഷണൽ ഒബ്ജക്റ്റീവ്സ് നമുക്കൊരു പരിധി വരെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. റിപ്പോർട്ടിംഗിലേക്ക് വരുമ്പോൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് നോൺ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പഠിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഡേറ്റ എന്താണ്, നോൺ ഫിനാൻഷ്യൽ ഡേറ്റ എന്താണെന്നൊക്കെ അറിയാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടിംഗ്, ആ ഒരു
ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ട് കൺസേൺഡ് മാനേജ്മെന്റിനും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും എക്സ്റ്റേണൽ ആൾക്കാർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ട റിപ്പോർട്ട്സ്, ആ റിപ്പോർട്ട്സ് സത്യസന്ധമായിട്ടും സുതാര്യമായിട്ടും പ്രൊവൈഡ് ചെയ്യാൻ ശക്തമായ ഇന്റേണൽ കൺട്രോൾ ആവശ്യമാണ്. ഇല്ലെങ്കിൽ അതിൽ തട്ടിപ്പ് നടക്കും. ആ റിപ്പോർട്ടുകളിലൊക്കെ വ്യാജമായ ഡേറ്റ വരും, ആളുകളെ കബളിപ്പിക്കുന്നതും മിസ്ലീഡ് ചെയ്യുന്നതുമായിട്ടുള്ള ഡേറ്റാസ് വരും. അത് പാടില്ല. ഇപ്പൊ ഇന്റേണൽ റിപ്പോർട്ടിംഗ് ആണെങ്കിലും എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ് ആണെങ്കിലും അത് തന്നെ. ഇതെല്ലാം സത്യസന്ധമായിട്ട് ജെന്യുവിൻ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് നടന്നത് എന്നുള്ള രീതിയിൽ കാണിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട്സ് ആയിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് യു നീഡ് ഇന്റേണൽ കൺട്രോൾ. ആൻഡ് 3 കംപ്ലയൻസ് ആണ്. കംപ്ലയൻസ് എന്ന് പറയുമ്പോൾ തന്നെ ലോ ആണ് നിങ്ങൾ മനസ്സിൽ വരേണ്ടത്, നിയമം. നിങ്ങളുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത് നിയമപരമായിട്ടുള്ള എല്ലാ റെഗുലേഷൻസും പാലിച്ചുകൊണ്ടാണ് എന്ന് ഉറപ്പുവരുത്തണം. അതിന് ഇന്റേണൽ കൺട്രോളിന്റെ ആവശ്യമുണ്ട്. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ടാക്സിനകത്ത് വെട്ടിപ്പ് നടത്താൻ പാടില്ല. അതുപോലെ തന്നെ എംപ്ലോയീസിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം. ഒരു സ്ഥാപനത്തിൽ ഒരാൾ ജോലി ചെയ്യുന്ന സമയത്ത് അയാൾക്ക് കൊടുക്കേണ്ട മിനിമം കുറച്ച് എമ്യൂണിറ്റീസ് ഉണ്ട്, അയാൾക്ക് വേണ്ടുന്ന കുറച്ച് ഫെസിലിറ്റീസ് ഉണ്ട്, ശമ്പളമുണ്ട്, വർക്ക് കൾച്ചർ ഉണ്ട്. അതെല്ലാം പ്രോപ്പർ ആയിരിക്കണം. അതിനകത്തൊക്കെ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഉടായ്പ കാണിക്കുകയാണെങ്കിൽ അത് വയലേഷൻസ് ആണ്, ലോ വയലേഷൻസ് ആണ്, എംപ്ലോയി റൈറ്റ് വയലേഷൻ ആണ്, കസ്റ്റമർ വയലേഷൻ ആണ്. നിങ്ങൾ സാധനം വിൽക്കുകയാണെങ്കിൽ വാറന്റി ഗ്യാരണ്ടി ഒക്കെ കൊടുക്കണം. അത് നിയമപരമായിട്ടുള്ള ഒരു റെഗുലേഷൻ ആണ്, അതുകൊണ്ടാണ് കൊടുക്കുന്നത്. അല്ലാതെ അവര് നമ്മളെ സ്നേഹിച്ചിട്ട് തരുന്നതല്ല. വാറന്റി പ്രൊവൈഡ് ചെയ്യണമെന്ന് നിയമമുണ്ട്. അത് എത്ര മാസം വർഷം എന്നുള്ളത് കമ്പനിക്ക് ഡിസൈഡ് ചെയ്യാം. പക്ഷെ മിനിമം ഇത്ര വാറന്റി കൊടുത്തിരിക്കണം എന്ന് നിയമമുണ്ട്. അപ്പൊ അതെല്ലാം നിയമപരമായിട്ടുള്ള റെഗുലേഷൻസ് ആണ്. കമ്പനീസ് അത് ഫോളോ ചെയ്തേ പറ്റും. അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ യു നീഡ് ഇന്റേണൽ കൺട്രോൾ. ഇന്റേണൽ കൺട്രോൾ ഇല്ലെങ്കിൽ ഇതൊക്കെ തോന്നിയ പോലെ ആയിരിക്കും. ലാസ്റ്റ് നിങ്ങളുടെ ഓപ്പറേഷനും കറക്റ്റായിട്ട് അച്ചീവ് ചെയ്യില്ല, റിപ്പോർട്ടിങ്ങും ഫ്ലോപ്പ് ആവും, നിയമപരമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് പാലിക്കാതെ വരും. ഇതെല്ലാം നിങ്ങളുടെ ബിസിനസിന്റെ അന്ത്യത്തിലേക്കായിരിക്കും നയിക്കും. സോ യു നീഡ് പ്രോപ്പർ ഇന്റേണൽ കൺട്രോൾ ടു അച്ചീവ് ഓൾ ദീസ് 3 ഒബ്ജക്റ്റീവ്സ്: ഓപ്പറേഷൻസ്, റിപ്പോർട്ടിംഗ് ആൻഡ് കംപ്ലയൻസ്. കോഡായിട്ട് ഓർത്തിരിക്കാൻ ക്രോ എന്ന് ഓർത്തിരിക്കുക, CRO. ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് റീസ്റ്റാർട്ട് ചെയ്യാം.
സ്റ്റാർട്ട് ചെയ്യാം. റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് റിഗാർഡിംഗ് ഇന്റേണൽ കൺട്രോൾ. അപ്പൊ ആക്ച്വലി ഇന്നലെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അതിനകത്ത് 1-2 ക്വസ്റ്റ്യൻസ് ഈ ഒരു സാധനമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലാത്തത് ഏത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും എന്തൊക്കെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ജോബ് എന്നുള്ളത്. സോ റെസ്പോൺസിബിലിറ്റീസ്, ഇന്റേണൽ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് ഒന്ന് സിഇഒനെയും വൈസ് പ്രസിഡന്റിനെയും സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള സ്ഥാപനത്തിലെ എല്ലാ മെമ്പേഴ്സിനെയും സെലക്ട് ചെയ്യുന്നതും ഹയർ ചെയ്യുന്നതും റിക്രൂട്ട് ചെയ്യുന്നതും ട്രെയിൻ ചെയ്യുന്നതും ഒക്കെ HR ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്നാൽ ടോപ്പ് പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകളെ സെലക്ട് ചെയ്യുന്നത് സിഇഒ, CFO, വൈസ് പ്രസിഡന്റ് അങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷുഡ് ബി ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് ആയിരിക്കണം, സബ്ജക്റ്റീവ് ആയിരിക്കരുത്. എന്താണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ, ഇപ്പൊ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 10 പേരുണ്ടെന്ന് വിചാരിക്കുക. ഈ 10 പേർക്കും വ്യക്തിപരമായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നേട്ടങ്ങളും ഗെയിംസും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഒരു സിഇഒനെ സെലക്ട് ചെയ്യുന്ന സമയമാണെന്ന് തന്നെ വിചാരിക്കുക. ഈ കൂട്ടത്തിൽ നിന്ന് ഒരാളായിരിക്കും ചിലപ്പോൾ CEO ആയിട്ട് വെക്കുന്നതെന്ന് തന്നെ വിചാരിക്കുക. അപ്പൊ അവിടെ നിങ്ങൾ വോട്ട് ചെയ്യുന്ന സമയത്ത് ആര് CEO ആയിട്ട് വന്നാൽ എനിക്ക് ലാഭം ഉണ്ടാവും, എനിക്ക് കുറച്ചുകൂടെ പവർ കിട്ടും, എനിക്ക് കുറച്ചുകൂടെ നേട്ടം ഉണ്ടാവും എന്ന് മൈൻഡിലായിരിക്കരുത് ചിന്തിക്കുന്നത്. ആര് വന്നാലാണ് കമ്പനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉള്ള റിസൾട്ട് കിട്ടുക, ആരെ CEO ആക്കിയാലാണ് കമ്പനിയുടെ റിസൾട്ട് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവുക. അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷന്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. സോ സബ്ജക്റ്റീവ് ആവുക എന്ന് പറയുമ്പോൾ നമ്മളത് വ്യക്തിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ പേഴ്സണൽ ഗെയിംസ്, ഫേവറേറ്റ്സം, നിങ്ങൾക്കുള്ള താല്പര്യങ്ങൾ, നേട്ടങ്ങൾ, അതിന് മാത്രമേ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുള്ളൂ. സബ്ജക്റ്റീവ് തോട്ടാണ്. ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക് ദാറ്റ്. ഇറ്റ് ഷുഡ് ബി ഒബ്ജക്റ്റീവ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ തീരുമാനങ്ങളെല്ലാം തന്നെ എല്ലാവർക്കും ഗുണം ചെയ്യുന്നതായിരിക്കണം. ഷുഡ് ബി ഒബ്ജക്റ്റീവ്. മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനങ്ങളെ ചോദ്യം ചെയ്യണം. മാനേജ്മെന്റ് ആക്ച്വലി കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പൊ അവരാണ് താഴെയുള്ള എംപ്ലോയീസിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നതും എല്ലാം മാനേജ്മെന്റ് ആണ്. അപ്പൊ മാനേജ്മെന്റിനെ ഒന്ന് ചോദ്യം ചെയ്യാൻ ഒരാൾ വേണ്ടേ? അല്ലെങ്കിൽ മാനേജ്മെന്റ് തോന്നിയ പോലെയൊക്കെ തീരുമാനം ചെയ്യും. അപ്പൊ സൂപ്പർവൈസ് ചെയ്യാനായിട്ടും അവരെ ഓവർ ചെയ്യാനായിട്ടും ഉള്ള ആൾക്കാരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. പവർഫുൾ ആൾക്കാർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തന്നെയാണ്. സോ മാനേജ്മെന്റ് എടുത്ത തീരുമാനങ്ങളെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ചോദ്യം ചെയ്യുക എന്നുള്ളത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മറ്റൊരു ഉത്തരവാദിത്തമാണ്. ഇൻഡസ്ട്രി നോളജ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്യുന്ന ആ ഒരു ഇൻഡസ്ട്രിയെ പറ്റിയിട്ടുള്ള വ്യക്തമായ ധാരണ, അറിവ്, നോളജ് എല്ലാം ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം. എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളായിരിക്കണം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ ലോക തോൽവി ഡിസിഷൻസ് ആയിരിക്കും. നിങ്ങളുടെ സ്ഥാപനത്തെ എന്നേക്കുമായിട്ട് പൊട്ടിക്കാനുള്ള തീരുമാനങ്ങളായിരിക്കും നിങ്ങൾ എടുക്കുന്നത്. ഇപ്പൊ നിങ്ങളൊരു ടെക് ഇൻഡസ്ട്രി, നിങ്ങളൊരു മൊബൈൽ മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ ആ മാനുഫാക്ചറിങ് കമ്പനിയുടെ ആ ഇൻഡസ്ട്രിയിൽ, മൊബൈൽ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന മാറ്റങ്ങളെ പറ്റി നിങ്ങൾക്ക് ബോധം ഉണ്ടായിരിക്കണം. ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ ഏത് രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ്, ഇന്നോവേഷൻസ് ആണ് കൊണ്ടുവരുന്നത്, കസ്റ്റമർ എങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാണ് ആഗ്രഹിക്കുന്നത്, പ്രൈസ് എത്രത്തോളം വെക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ധാരണ ഉണ്ടായിരിക്കണം. അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി പ്രൊഡക്റ്റ് ഇറക്കാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങളുടെ കമ്പനി ഫീൽഡ് ഔട്ട് ആയി പോകും. ദാറ്റ് ഈസ് ഒബ്വിയസ്. പല സ്ഥാപനങ്ങളും നമുക്കറിയാം അങ്ങനെ ആ ഒരു ഇൻഡസ്ട്രി മാറുന്ന മാറ്റത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആവാൻ പറ്റാത്ത ആൾക്കാരൊക്കെ എന്താവാറുണ്ട്, പൊട്ടിപ്പൊളിഞ്ഞു പോകാറുണ്ട്. ഇൻഡസ്ട്രി നോളജ് ഇല്ലാത്തവരൊക്കെ. അതിപ്പോ സിനിമ എടുത്താൽ തന്നെ, സിനിമയിലെ തന്നെ പല സംവിധായകര്, പണ്ട് കാലത്ത് നല്ല സിനിമ ഇറക്കുന്ന സംവിധായകർ ഇപ്പം ചിലപ്പോൾ ഇറക്കുന്നതെല്ലാം പൊട്ട സിനിമയായിരിക്കും. കാരണം ആ ഇൻഡസ്ട്രി മാറി, ആൾക്കാരുടെ ടേസ്റ്റ് മാറി, ആൾക്കാർ സിനിമ കാണുന്ന രീതി മാറി. അപ്പോൾ പഴയ 2000-ലോ 1990-ലോ ഇറക്കിയത് പോലത്തെ സിനിമ ഉണ്ടെന്ന് ഇപ്പൊ ഇറങ്ങി കഴിഞ്ഞാൽ വിട്ടുതന്നെ പൊട്ടും. അപ്പൊ അത് അങ്ങനെ ഇറക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉള്ളൂ. അതെന്തുകൊണ്ട്? അവർക്ക് ആ ഇൻഡസ്ട്രി നോളജ് ഇല്ല, എന്താണ് ചുറ്റും നടക്കുന്നതിനെ പറ്റിയിട്ട് ധാരണയില്ല. പല ടെക് കമ്പനീസ്, കാർ കമ്പനീസ്, മൊബൈൽ കമ്പനീസ്, ഡിവൈസുകൾ ഇറക്കുന്ന കമ്പനീസ്, കുറെ ആൾക്കാർ ഇന്നോവേഷൻസ് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പലരും ചിലപ്പോൾ പഴയ സാധനം തന്നെ ആയിരിക്കും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു മാറ്റം മനസ്സിലാക്കി ആരൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നു, they will succeed. സോ ആ ഇൻഡസ്ട്രി നോളജ് ഉള്ള ആൾക്കാർ വേണം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഉണ്ടാവാൻ. Then they will conduct risk oversight. റിസ്ക് ഓവർസൈറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ പ്രധാനപ്പെട്ട ചുമതലയാണ്. ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സിന് വിരുദ്ധമായിട്ട് ഉണ്ടാവുന്ന എല്ലാ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആക്ടിവിറ്റീസിനെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെതിരെ ശക്തമായ പ്രതിവിധികൾ ഒരുക്കിക്കൊണ്ട് ഒരു പ്രോപ്പർ റിസ്ക് ഓവർസൈറ്റ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്.
അതിനുവേണ്ടി അവർ നോർമലി റിസ്ക് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റീനെ വെക്കാറുണ്ട്. ഓഡിറ്റിങ്ങിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഓഡിറ്റ് കമ്മിറ്റീനെ വെക്കുന്നത് പോലെ തന്നെ ബോർഡിന്റെ റെപ്രസെന്റേഷനോട് കൂടി തന്നെ റിസ്ക് കമ്മിറ്റീനെ വെക്കാറുണ്ട്. അതിനൊരു ഹെഡായിട്ട് ചീഫ് റിസ്ക് ഓഫീസർ എന്ന് പറഞ്ഞിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്യാറുണ്ട്. CRO, ചീഫ് റിസ്ക് ഓഫീസർ. ആ അപ്പോയിന്റ്മെന്റ് എല്ലാം നടത്തുന്നതും തീർച്ചയായിട്ടും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഇനി സീനിയർ മാനേജ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സീനിയർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെന്റ്, ദേ ആർ റെസ്പോൺസിബിൾ ഫോർ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇന്റേണൽ കൺട്രോൾ. ഇന്റേണൽ കൺട്രോൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്റെയും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെയും അതിന്റെ ഇംപ്ലിമെന്റേഷന്റെയും നടത്തിപ്പിന്റെയും എല്ലാം ചുമതല ആർക്കാണ് വരുന്നത്? സീനിയർ മാനേജർക്കാണ്, സീനിയർ മാനേജ്മെന്റിനാണ് വരുന്നത്. ആൻഡ് CEO സെറ്റ്സ് ടോൺ അറ്റ് ദി ടോപ്പ്. അപ്പൊ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറെ ക്വസ്റ്റ്യൻസിൽ ഇവർ ഈ ടോപ്പ് മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി എന്താണ് എന്ന് ചോദിച്ച ചോദ്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു. ഇതിന് ഗ്ലൈമിലും ഉണ്ട്, വോക്കിലും ഉണ്ട്. ടോപ്പ് മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ വരും. അപ്പൊ ഈ ടോപ്പ് മാനേജ്മെന്റ് എന്നിവർ ഉദ്ദേശിക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ആണോ സീനിയർ മാനേജ്മെന്റിനെ ആണോ എന്നുള്ളതിൽ ചെറിയൊരു കൺഫ്യൂഷൻ. ചില ക്വസ്റ്റ്യൻസിൽ അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ പോലെയാണ്ടാണ് ഉത്തരം വരുന്നത്, ചിലതിൽ സീനിയർ മാനേജ്മെന്റ് എന്നുള്ള കാറ്റഗറിക്കാണ് വരുന്നത്. സോ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ അവിടെ ചിലപ്പോൾ ജനറേറ്റ് ആവാറുണ്ട്. എന്താണ് ആക്ച്വലി, ആരാണ് ടോപ്പ് മാനേജ്മെന്റ് എന്ന്? അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ടോപ്പ് മാനേജ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഒരു മൈ സജഷൻ. ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് ടോപ്പ് മാനേജ്മെന്റ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. എന്തായാലും സീനിയർ മാനേജ്മെന്റ് എന്നുള്ള കാറ്റഗറിയിൽ നോക്കുമ്പോൾ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇന്റേണൽ കൺട്രോൾ. CEO സെറ്റ്സ് ദ ടോൺ അറ്റ് ദി ടോപ്പ്. ടോൺ അറ്റ് ദി ടോപ്പ് സെറ്റ് ചെയ്യുന്ന CEO ആണ്. സോ വാട്ട് ഈസ് ടോൺ അറ്റ് ദി ടോപ്പ്? ടോൺ അറ്റ് ദി ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മുകളിൽ ഇരുന്ന് ടോൺ ഉണ്ടാക്കുക എന്നുള്ളതാണോ? അല്ല, അവിടെ ഒരു മാതൃക സെറ്റ് ചെയ്യുക, ലീഡ് ബൈ എക്സാമ്പിൾ എന്നുള്ളത്. എന്നെ കണ്ടു വേണം ആൾക്കാർ ഇതൊക്കെ ചെയ്യാൻ. ഞാനൊരു മാതൃകാപരമായിട്ടുള്ള പെരുമാറ്റമായിരിക്കണം. ഞാൻ ആക്ടിവിറ്റീസ് എല്ലാം എത്തിക്കലായിട്ട് ചെയ്യണം. ഞാൻ കറക്റ്റ് സമയത്ത് ജോലിക്ക് വരണം. എന്റെ തീരുമാനങ്ങളെല്ലാം തന്നെ ഒബ്ജക്റ്റീവ് ആയിരിക്കണം. എന്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയോ ഗെയിംസിന് വേണ്ടിയോ ഞാൻ പ്രവർത്തിക്കില്ല. അതുപോലെ ഒരു മാതൃക സെറ്റ് ചെയ്യാൻ സിഇഒക്ക് സാധിക്കണം. സോ സിഇഒ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ബാക്കിയുള്ളവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവർ അദ്ദേഹത്തെ എക്സാമ്പിൾ ആയിട്ട് കണ്ടുകൊണ്ട് അത് ഫോളോ ചെയ്യും, പുള്ളിനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതേസമയം നിങ്ങളുടെ സിഇഒ ഒരു മോശക്കാരനാണ്, അയാൾ തോന്നിയതുപോലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അയാൾ ആരോടും ഒരു നല്ല രീതിയിൽ പെരുമാറാറില്ല, കറക്റ്റ് സമയത്ത് ഓഫീസിൽ വരാറില്ല, തീരുമാനങ്ങൾ എടുക്കുന്നതെല്ലാം വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, കമ്പനിയെ പറ്റി യാതൊരു ചിന്തയില്ല, ഇങ്ങനെ ഒരു സിഇഒ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന്റെ താഴെ ജോലി ചെയ്യുന്നവരും അതേ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അവരും അങ്ങനെ ചിന്തിക്കും, ഞങ്ങൾ മാത്രം പിന്നെ എന്തിനാണ് ഇത്ര എഫർട്ട് ഇടുന്നത്, അയാൾക്കോ താല്പര്യമില്ല, പിന്നെ നമ്മൾ എന്തിനു താല്പര്യം കാണിക്കണം? അങ്ങനെ ആവാൻ പാടില്ല. യു ഷുഡ് സെറ്റ് എ ഗുഡ് ടോൺ അറ്റ് ദി ടോപ്പ്. നല്ല രീതിയിലുള്ള ഒരു ടോൺ അറ്റ് ദി ടോപ്പ് അല്ലെങ്കിൽ ടോൺ ടോപ്പിൽ വെക്കണം. മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും. ദാറ്റ് ഈസ് സീനിയർ മാനേജിംഗ് റെസ്പോൺസിബിലിറ്റിയിലാണ് അതൊക്കെ വരുന്നത്. നെക്സ്റ്റ് ഈസ് ഇന്റേണൽ ഓഡിറ്റർ. ഒരു കമ്പനിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ ഈ ചാപ്റ്ററിനെ സംബന്ധിച്ച് വലിയ റോള് കൈവശം വെച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇന്റേണൽ ഓഡിറ്റർ എന്ന് പറയുന്നത്. സോ ഇന്റേണൽ ഓഡിറ്റർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? മെയിൻ ആയിട്ട് he evaluates the adequacy and effectiveness of internal control. ഇന്റേണൽ കൺട്രോളിന്റെ ആഡിക്വസിയും എഫക്റ്റീവ്നെസ്സും. ആഡിക്വസി ആൻഡ് എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സ്ഥാപനത്തിന്റെ റിസ്കുകളൊക്കെ കൺട്രോൾ ചെയ്യാനും ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യാനുമായിട്ട് ആവശ്യത്തിന് ഇന്റേണൽ കൺട്രോൾ ഉണ്ടോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ ഒരു അസറ്റ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, സേഫ് ഗാർഡിങ് ഓഫ് അസറ്റിന്റെ ഭാഗമായിട്ട് ഓഡിറ്റർ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നു പ്രോപ്പർ ആയിട്ട് CCTV ഇല്ല, അവിടെ സെക്യൂരിറ്റി ഗാർഡിനെ വെച്ചിട്ടില്ല, ഒരു നല്ല ഡോറ്, ലോക്ക് ചെയ്തിട്ടുള്ള ഒരു ഡോറ് മാത്രമേ ഉള്ളൂ, അതിന്റെ താക്കോലി ഒരാളുടെ കയ്യിലുണ്ട്. അപ്പൊ ഡോർ ഉണ്ട്, ലോക്ക് ഉണ്ട്. ഇതല്ലാതെ ആവശ്യത്തിനുള്ള സെക്യൂരിറ്റിയോ CCTVയോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇന്റേണൽ കൺട്രോൾ ആഡിക്വേറ്റ് അല്ല എന്നാണ് അർത്ഥം. ഇനി നിങ്ങൾ ഇത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക, സെക്യൂരിറ്റിനെ വെച്ചു, CCTVനെ വെച്ചു, അതിന്റെ എഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ട്? ഈ CCTV ചിലപ്പോൾ മിക്കപ്പോഴും ഫംഗ്ഷൻ ആവുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ CCTVയുടെ ഫുട്ടേജ് ഒരു റിയൽ ടൈമിൽ പരിശോധിക്കാൻ ആളുണ്ടാവില്ല. CCTVയിൽ ഇപ്പൊ ഒരു കള്ളം കയറുന്നത് കാണാൻ പറ്റും, പക്ഷെ ഇത് കള്ളം കയറുന്ന സമയത്ത് അവിടെ ഒരാൾ വേണ്ടേ നോക്കാനായിട്ട്? ആ CCTV നോക്കാനായിട്ട് ഒരാൾ വേണം. അല്ലെങ്കിൽ പിന്നെ മോഷണം പോയിന്ന് പിന്നെ അറിയുമ്പോഴായിരിക്കും വന്നിട്ട് CCTV ചെക്ക് ചെയ്യുന്നത്.
അപ്പോഴത്തേക്കും കള്ളൻ സാധനം കൊണ്ട് പോയിട്ടുണ്ടായിരിക്കും. പിന്നെ അത് തിരിച്ചു കിട്ടാൻ എത്ര കാലം എടുക്കും? ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട്. അതേസമയം CCTV അപ്പൊ തന്നെ മോണിറ്റർ ചെയ്യാനായിട്ട് ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ കള്ളൻ കയറുന്നത് ഇയാൾക്ക് ക്യാമറ കാണുകയും ആ സമയത്ത് അലർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഇന്റേണൽ കൺട്രോൾ എഫക്റ്റീവ് ആണോ എന്നുള്ളതും ഇവാലുവേറ്റ് ചെയ്യേണ്ട ജോലി ഇന്റേണൽ ഓഡിറ്ററാണ്. അപ്പൊ നിങ്ങൾ വേറെ കാര്യം ആലോചിക്കണം, ഇന്റേണൽ കൺട്രോൾ ഡിസൈൻ ചെയ്യുന്നതോ ഇംപ്ലിമെന്റ് ചെയ്യുന്നതോ ഒന്നും തന്നെ ഇന്റേണൽ ഓഡിറ്റർ അല്ല. ഓഡിറ്ററിന്റെ ജോലി വെരിഫിക്കേഷൻ ആണ്, ഇവാലുവേഷൻ ആണ്, പരിശോധന മാത്രമേ ഉള്ളൂ. പരിശോധിച്ച് വെരിഫൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കും. പോരാ, നല്ലതാണ്, മാറ്റങ്ങൾ വേണം, നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കും, അത്രേ ഉള്ളൂ. ഇനി ഇവിടെ ഓഡിറ്റർ കണ്ടെത്തുകയാണ് നിങ്ങളുടെ ഇന്റേണൽ കൺട്രോൾ ആഡിക്വേറ്റ് അല്ല, എഫക്റ്റീവ് അല്ല എന്ന് കണ്ടെത്തിയാൽ ഓഡിറ്റർ അല്ല പോയിട്ട് തിരുത്തുന്നത്. ഓഡിറ്റർ ഈ പറഞ്ഞ കണ്ടെത്തലുകൾ അവരെ ഏൽപ്പിക്കും, സീനിയർ മാനേജ്മെന്റിനെയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയും ഏൽപ്പിക്കും. അവരാണ് അത് വിലയിരുത്തിയിട്ട് ചേഞ്ചസ് വേണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പൊ പല ക്വസ്റ്റ്യൻസിലും ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തരാം, ഓഡിറ്റർ ഇത് ഡിസൈൻ ചെയ്യും, ഓഡിറ്റർ ആണ് ഇത് ഡിവൈസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ പറയും. തെറ്റായിരിക്കും. ഓഡിറ്ററിന്റെ ജോലി പരിശോധന മാത്രം, പരിശോധിച്ചിട്ട് പോകും. ദാറ്റ്സ് ഇറ്റ്. വേറെ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഫോക്കസ് കൊടുക്കുന്നത് നോക്കിയേ. ഓർഗനൈസേഷന്റെ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് എല്ലാം തന്നെ, ലോങ് ടൈം ഒബ്ജക്റ്റീവ്സ് എല്ലാം തന്നെ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതിന് പ്രയോറിറ്റി കൊടുക്കും. സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പല ആക്ടിവിറ്റീസും കറക്റ്റ് ആയിരിക്കും, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും. അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ there is something wrong. അവിടെ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, ആ മിസ്റ്റേക്ക് എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കും. റിലയബിലിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഫൈനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ ഇൻഫർമേഷൻ. നിങ്ങളുടെ സ്ഥാപനം ജനറേറ്റ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ്, അതുപോലെ നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷണൽ ഇൻഫർമേഷൻസിന്റെ ഒക്കെ സത്യസന്ധത എത്രത്തോളം ഉണ്ട്, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഡേറ്റ തന്നെയാണോ ഇത്, റിലയബിൾ ആണോ, ഇന്റഗ്രിറ്റി ഉള്ള ഡേറ്റയാണോ എന്ന് പരിശോധിക്കും. അതും ഓഡിറ്ററിന്റെ ജോലിയാണ്. എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ഓപ്പറേഷൻസ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ എഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ട്, നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ എഫിഷ്യൻസി, കാര്യക്ഷമത എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ഓഡിറ്റർ പരിശോധിക്കുന്നതാണ്. ഇപ്പം ഒരു എഡ്യൂക്കേഷണൽ സ്ഥാപനമാണെങ്കിൽ അവിടെ ഓഡിറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓഡിറ്റർ എഫിഷ്യൻസി നോക്കുന്നത് എന്തായിരിക്കും? എല്ലാ ദിവസവും കൃത്യമായിട്ട് ക്ലാസ് നടക്കുന്നുണ്ടോ, അതുപോലെ തന്നെ എല്ലാ ദിവസവും കുട്ടികൾ കൃത്യമായിട്ട് ക്ലാസ്സിൽ വരുന്നുണ്ടോ, കയറുന്നുണ്ടോ, അവർക്ക് കറക്റ്റായിട്ട് പോർഷൻസ് കംപ്ലീറ്റ് ആവുന്നുണ്ടോ, ഇതായിരിക്കും എഫിഷ്യൻസി വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ അത് എത്രത്തോളം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് വിലയിരുത്താൻ ഓഡിറ്റർ സഹായിക്കും. സേഫ് ഗാർഡിങ് ഓഫ് അസറ്റ്, നമ്മൾ പറഞ്ഞു, അസറ്റിന്റെ പ്രൊട്ടക്ഷൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, ആവശ്യത്തിനുള്ള സെക്യൂരിറ്റീസ് ഒക്കെ അതിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, CCTV വേണം, അതുപോലെ തന്നെ ബയോമെട്രിക്സ്, അനാവശ്യമായിട്ടുള്ള ആൾക്കാരൊന്നും തന്നെ നമ്മുടെ ഈ അസറ്റുകൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എൻ്റർ ചെയ്യാൻ പാടില്ല, കയറേണ്ട ആളുകൾ മാത്രമേ കയറാൻ പാടുള്ളൂ. അതുപോലെ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ഒരു അസറ്റ് എടുക്കുകയാണെങ്കിൽ, ഒരു ഇൻവെന്ററി എടുക്കുകയാണെങ്കിൽ അതിന് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഇന്റേണൽ കൺട്രോളിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ ആരെടുത്തോണ്ട് പോയി, എന്തിനെടുത്തോണ്ട് പോയി എന്ന് ചോദ്യം വരും. അങ്ങനെ ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടില്ല. ഇപ്പൊ ഒരാൾ വന്നിട്ട് പറയാണ്, ഒരു പർച്ചേസ് ഓർഡർ വന്നിട്ടുണ്ട്, നമ്മുടെ ഇൻവെന്ററിയിൽ നിന്ന് ഒരു 10 ഐഫോൺ ഇങ്ങ് എടുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എടുത്തു കൊടുക്കാൻ പറ്റില്ല. ആ 10 ഓർഡർ വന്നതിന്റെ ഡേറ്റ കാണിക്കണം, ഡോക്യുമെന്റ് കാണിച്ച് അവിടെയുള്ള വെയർഹൗസ് മാനേജർ അത് വെരിഫൈ ചെയ്ത് അതൊരു ജെനുവിൻ ഓർഡർ ആണെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ ആ 10 എണ്ണം എന്ത് ചെയ്യാൻ പാടുള്ളൂ, എടുത്തു കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ എടുത്തു കൊടുക്കുമ്പോഴും അങ്ങനെ കൊടുത്തു എന്നൊരു രേഖ വേറെ ഉണ്ടാക്കണം. ഇതാണ് കൃത്യമായ രീതിയിലുള്ള ഇന്റേണൽ കൺട്രോൾ. ഇല്ലെങ്കിൽ തോന്നിയതുപോലെ ആൾക്കാർ വന്ന് സാധനം എടുത്തുകൊണ്ട് പോകും, ലാസ്റ്റ് എണ്ണി നോക്കുമ്പോൾ കാര്യം കാണില്ല, കണക്ക് തെറ്റും, സാധനങ്ങൾ മിസ്സിംഗ് ആവും, എക്സ്ട്രാ നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടി വരും, ഇതെല്ലാം പ്രശ്നത്തിലേക്ക് പോകും. സോ അസറ്റിന്റെ സേഫ് ഗാർഡിങ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒബ്വിയസ്ലി ആര് ഇവാലുവേറ്റ് ചെയ്യും? ഇന്റേണൽ ഓഡിറ്റർ ഇവാലുവേറ്റ് ചെയ്യും. ലാസ്റ്റ് വൺ, കംപ്ലൈൻസ് വിത്ത് ലോസ്, റെഗുലേഷൻസ്, സ്റ്റാൻഡേർഡ്സ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. നിയമപരമായിട്ടുള്ള എല്ലാ റെഗുലേഷൻസും സ്റ്റാൻഡേർഡ്സും പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നും ഇന്റേണൽ ഓഡിറ്റർ വെരിഫൈ ചെയ്ത് പറയും. ആൻഡ് ഇന്റേണൽ ഓഡിറ്റർ ഈ പറയുന്നതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം കുറച്ച് കഴിയുമ്പോൾ ആര് വരും? എക്സ്റ്റേണൽ ഓഡിറ്റർ വന്നിട്ട് ഇതൊക്കെ വീണ്ടും റീചെക്ക് ചെയ്യും. എക്സ്റ്റേണൽ ഓഡിറ്റർ വന്ന് റീചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അവർക്ക് മുന്നിൽ കൊടുക്കേണ്ട കുറെ സർട്ടിഫിക്കേഷൻസ് ഉണ്ടല്ലോ. നമ്മുടെ സർവൈലൻസ് ആക്ട് പ്രകാരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇന്റേണൽ കൺട്രോൾ ശാശ്വതമാണോ അല്ലയോ, ഉണ്ടോ ഇല്ലയോ, അതിനെപ്പറ്റി സർട്ടിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യണം, എഫക്റ്റീവ് ആണോ അല്ലയോ എന്നൊക്കെ. അപ്പൊ ഈ ഇന്റേണൽ ഓഡിറ്ററിന്റെ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തി ഇംപ്രൂവ് ചെയ്താലേ അയാൾക്ക് ആ സർട്ടിഫിക്കേഷൻസ് കൊടുക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്റർ വന്നിട്ട് ഇതെല്ലാം കണ്ടെത്തുകയും നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും റിപ്പോർട്ട്സും ഒന്നും വിശ്വസിക്കാൻ കൊള്ളാത്തതാണെന്ന് പറയുകയും നിങ്ങൾക്ക് അഡ്വേഴ്സ് ഒപ്പീനിയൻ തരാനുള്ള സാധ്യത കൂടുതലാണ്. അതൊക്കെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഇതൊക്കെ മുൻകൂട്ടി കണ്ടെത്തി തിരുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇന്റേണൽ ഓഡിറ്റേഴ്സ്.
ഇത് കൂടാതെ അവർ ചെയ്യുന്ന കുറച്ച് ഇവാലുവേഷൻസ് ആണ്. എംപ്ലോയീസിന്റെ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും. എംപ്ലോയീസ് എത്ര സമയം ജോലി ചെയ്യുന്നു, എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അർഹിക്കുന്ന സാലറി കിട്ടുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള വർക്ക് കൾച്ചർ പ്രശ്നങ്ങളുണ്ടോ, ഇതെല്ലാം തന്നെ ഇന്റേണൽ ഓഡിറ്റർ വെരിഫൈ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. എംപ്ലോയീസിനുമായിട്ട് ഡയറക്ട്ലി ഇന്റർവ്യൂ ചെയ്യുകയും അല്ലെങ്കിൽ ഡയറക്റ്റ് ഒബ്സർവേഷൻ നടത്തുകയൊക്കെ ചെയ്യും. അവർ ചെയ്യുന്ന വർക്ക് നോക്കും, അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് വിലയിരുത്തി അങ്ങനെ അഭിപ്രായങ്ങൾ അതിന്റെ പേരിൽ കൊടുക്കാറുണ്ട്. എക്സ്റ്റേണൽ ഓഡിറ്ററിനെ ഇവാലുവേറ്റ് ചെയ്യും. ഇപ്പൊ നമുക്ക് ആരെ വേണം, ഏത് സി എക്കാരനെ വിളിക്കണം, ഏത് ഓഡിറ്റിംഗ് ഫേമിനെ നമ്മൾ വെക്കണം എന്നുള്ളത് ഇന്റേണൽ ഓഡിറ്റർ തീർച്ചയായിട്ടും ഇവാലുവേറ്റ് ചെയ്യുന്നതായിരിക്കും. അവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, കഴിഞ്ഞ തവണത്തെ ഓഡിറ്റിംഗ് കറക്റ്റ് ആയിരുന്നു, അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതൊക്കെ വിലയിരുത്തിയിട്ടായിരിക്കും അവർ അവരുടെ അഭിപ്രായം പറയുക. അങ്ങനെ അവർ മോശം അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ ഓഡിറ്ററിനെ മാറ്റും, അടുത്ത വർഷം വേറെ ഓഡിറ്ററിനെ വെക്കും. ദെൻ റെഗുലേഷൻസ്, നിയമങ്ങളാണ്. ഔട്ട്സോഴ്സിങ് എന്താണ്? നിങ്ങളുടെ സ്ഥാപനത്തിന് ചെയ്യാൻ പറ്റാത്ത ഒരു ആക്ടിവിറ്റി അത് നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന ഒരു കമ്പനീനെ ഏൽപ്പിക്കുന്നു, ഔട്ട്സോഴ്സ് ചെയ്യുന്നു. ആ കമ്പനി നിങ്ങൾക്ക് വേണ്ടി ആ വർക്ക് ചെയ്തു തരുന്നു. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കമ്പനിയുടെ എത്തിക്സും വാല്യൂസും ഇന്റേണൽ കൺട്രോളും ഒക്കെ കൃത്യമായിട്ട് നമ്മൾ ചിലപ്പോൾ നോക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ടൈപ്പ് ആയിരിക്കുന്ന ഈ തേർഡ് പാർട്ടി സ്ഥാപനം, നിങ്ങളുടെ വർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പൈസ കൊടുത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ തേർഡ് പാർട്ടി ഔട്ട്സോഴ്സിംഗ് കമ്പനി, അവരുടെ രീതികളൊന്നും ചിലപ്പോൾ ശരിയാവണമെന്നില്ല. അവർ ചിലപ്പോൾ ഫ്രോഡ് കമ്പനി ആയിരിക്കും, അവർ തട്ടിപ്പ് കാണിക്കുന്ന കമ്പനി ആയിരിക്കും. അപ്പൊ അവരെ നിങ്ങൾ വിലയിരുത്തണം, ആ ഔട്ട്സോഴ്സിംഗ് കാര്യങ്ങൾ വിലയിരുത്തണം. കാരണം എന്താ, അത് നാളെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനീനെ ബാധിക്കും. അവർ ചെയ്യുന്ന തെറ്റുകളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ചീത്തപ്പേരായി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഇവാലുവേഷൻ, ഔട്ട്സോഴ്സ് ചെയ്ത കമ്പനിയെ പറ്റിയുള്ള ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യണം. അതുപോലെ ഏതൊക്കെ ആക്ടിവിറ്റീസ് ഔട്ട്സോഴ്സ് ചെയ്യണം, ഏതൊക്കെ ചെയ്യണ്ട എന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ ഞാനൊരു കമ്പനി നടത്തുകയാണ്, എനിക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിനെ വേണം. അപ്പൊ എന്റെ മുന്നിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ എനിക്ക് ഫോട്ടോഷോപ്പും മാർക്കറ്റിങ്ങും ഒക്കെ അറിയാവുന്ന, വീഡിയോ എഡിറ്റിംഗ് ഒക്കെ അറിയാവുന്ന ഒരു 2-3 പേരെ എംപ്ലോയീസ് ആയിട്ട് എനിക്ക് വെക്കാം, എന്നിട്ട് അവരെ കൊണ്ട് ജോലി ഏൽപ്പിക്കാം. അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു കമ്പനീനെ എനിക്കത് ഏൽപ്പിക്കാം. അപ്പൊ ഇതിൽ ഏത് ചെയ്യണം, ഏത് ചെയ്യുന്നതാണ് കോസ്റ്റ് ബെനിഫിറ്റ്, ഏത് ചെയ്യുന്നതാണ് ബെറ്റർ എഫിഷ്യൻസി ഉണ്ടാക്കുക, ഇത് ഇവാലുവേറ്റ് ചെയ്ത് അഭിപ്രായം പറയുന്ന ജോലി കൂടെ ഇന്റേണൽ ഓഡിറ്ററിന് ഉണ്ട്. ഇപ്പൊ രണ്ടിനകത്ത് പോസിറ്റീവ്സും കാണും നെഗറ്റീവ്സും കാണും. സ്വന്തമായിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പണിയെടുപ്പിക്കാം. ആക്ച്വലി പുറത്തെ ഏജൻസിനെ ഏൽപ്പിക്കുമ്പോൾ അവര് കണ്ടീഷൻസ് വെക്കും. ഞങ്ങൾ ഒരു മാസം ഇത്ര പോസ്റ്ററുകളെ ഉണ്ടാക്കുള്ളൂ, ഇത്ര പരസ്യങ്ങളെ ചെയ്യുള്ളൂ, ഇത്ര വീഡിയോസ് എഡിറ്റ് ചെയ്യുള്ളൂ എന്നൊക്കെ ഒരു കണ്ടീഷൻ വെക്കും. നിങ്ങളുടെ ഓൺ എംപ്ലോയീസ് ആണെങ്കിൽ ചിലപ്പോൾ അവര് നമ്മൾ എത്ര വർക്ക് കൊടുത്താലും പിന്നെയും ചെയ്തോളും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കമ്പനി ആകുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ റിസോഴ്സസ് കാണും, അവരുടെ കയ്യിൽ നല്ല ക്യാമറാസ് കാണും, നല്ല വീഡിയോ എഡിറ്റേഴ്സ് കാണും, കുറച്ചുകൂടെ ബെറ്റർ ഔട്ട്പുട്ട് അവരായിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷെ അവരുടെ ഐറ്റംസ് കുറവായിരിക്കും. ഇവിടെ ഔട്ട്പുട്ടിന്റെ ക്വാളിറ്റി ചിലപ്പോൾ കുറയും, പക്ഷെ ഇഷ്ടം പോലെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ദെൻ കോസ്റ്റ് കമ്പാരിസൺ, 3 പേർക്ക് ശമ്പളം ഇവിടെ നമ്മൾ കൊടുക്കണം, അവിടെ ആകുമ്പോൾ നമ്മൾ ഒരു ഫിക്സഡ് എമൗണ്ട് കൊടുത്താൽ മതി. അപ്പൊ ഈ ഒരു കമ്പാരിസൺ ഒക്കെ നടത്തിയിട്ട് ഔട്ട്സോഴ്സ് ചെയ്യണോ സ്വന്തമായിട്ട് വെക്കണോ എന്ന് ഡിസൈഡ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടുന്ന ഹെൽപ്പും ഇവാലുവേഷൻസും ഇന്റേണൽ ഓഡിറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. Which one of the following best describes an important provision of US FCPA? FCPA ആക്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊവിഷൻ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? Go through the options.
ബെസ്റ്റ് ഡിസ്ക്രൈസ് ഇമ്പോർട്ടന്റ് പ്രൊവിഷൻ ഇൻ US FCPA. ചിലതൊക്കെ സർബെയിൻസ് ഓക്സ്ലി ആക്ടിൻ്റെതായിരിക്കും. Come on. ഓപ്ഷൻസ് ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് കമ്പനീസ് സ്വന്തം രാജ്യത്തിന്റെ നിയമവും അതുപോലെ തന്നെ വേറെ വിദേശ രാജ്യങ്ങളിൽ സബ്സിഡറീസ് ഉണ്ടെങ്കിൽ അവിടുത്തെ നിയമവും പാലിച്ചിരിക്കണം എന്നുള്ളതാണ് ഓപ്ഷൻ എ പറയുന്നത്. ബി പറയുന്നത് ബുക്ക് കീപ്പിംഗ് പോലുള്ള പരിപാടികൾ ചെയ്യാൻ പാടില്ല, ഓഡിറ്റ് ക്ലയന്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് ഏത് നിയമമാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇന്റേണൽ അക്കൗണ്ടിംഗ് കൺട്രോൾ ഷുഡ് ബി എക്സാമിൻഡ് ആൻഡ് ഇഫ് മെറ്റീരിയൽ വീക്ക്നെസ്സസ് ആർ ഫൗണ്ട്. ഇന്റേണൽ അക്കൗണ്ടിംഗ് കൺട്രോൾസ് നിങ്ങൾ എക്സാമിൻ ചെയ്യുകയും പ്രശ്നങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അത് സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യണമെന്നാണ് സി പറയുന്നത്. ഡി പറയുന്നത് സിഒയും CFOയും വിദേശ രാജ്യങ്ങളിലുള്ള സബ്സിഡറീസിൽ കറപ്റ്റ് പ്രാക്ടീസസ് നടക്കുന്നില്ല എന്നൊരു സർട്ടിഫിക്കേഷൻ, അവർക്ക് അതിനെപ്പറ്റി ധാരണയില്ല, അറിയില്ല എന്നൊരു സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഈസ് കറക്റ്റ് ആൻസർ ഇവിടെ സി ആണ്. ഇന്റേണൽ അക്കൗണ്ടിംഗ് കൺട്രോൾസ് നിങ്ങൾ എക്സാമിൻ ചെയ്യണം. അപ്പൊ നമുക്ക് FCPയിലെ രണ്ട് പ്രൊവിഷൻസ് ആണല്ലോ മെയിൻ ആയിട്ട് ഉണ്ട്. ഒന്ന് ബ്രൈബുമായിട്ട് ബന്ധപ്പെട്ടതും രണ്ടാമത്തെ കാര്യം ഇന്റേണൽ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടതുമാണ്. സോ ഇന്റേണൽ അക്കൗണ്ടിംഗ് കൺട്രോൾസ് നിങ്ങൾ കൃത്യമായിട്ട് എക്സാമിൻ ചെയ്യുകയും അതിൽ പ്രശ്നങ്ങൾ പോരായ്മകൾ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് സ്ട്രെങ്തൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുകയും വേണം എന്ന് FCPയിൽ പറയുന്നുണ്ട്. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. ഇതിലാകെ നമുക്ക് പിന്നെ ഡൗട്ട് വരാൻ സാധ്യതയുള്ളൊരു ഓപ്ഷൻ ഇതാണ്. Companies must follow laws of company's home country as well as the laws of the countries where any foreign subsidiaries are located. അത് ആക്ച്വലി ഒരു റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരുപക്ഷെ FCPയിൽ അതങ്ങനെ എടുത്ത് പറയുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. അവരും അതിനൊരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല. ദിസ് ഇസ് നോട്ട് എ പ്രൊവിഷൻ ഓഫ് FCP എന്നാ പറഞ്ഞേക്കുന്നത്. സോ FCPയുടെ നിയമങ്ങളിൽ അങ്ങനെ നിങ്ങൾ വിദേശ രാജ്യത്തെ നിയമങ്ങൾ പാലിച്ചിരിക്കണം എന്ന് എടുത്ത് പറയുന്നില്ല. അത് ആ ലോയുടെ ഒരു പോരായ്മയായിരിക്കും. നോർമലി അങ്ങനെയാണല്ലോ പറയേണ്ടത്. നിങ്ങൾ ഏത് രാജ്യത്ത് വർക്ക് ചെയ്യുന്നോ ആ രാജ്യത്തിന്റെ നിയമം കൂടെ കൺസിഡർ ചെയ്യണം. സെക്ഷൻ 302 സർബെയിൻസ്-ഓക്സ്ലി ആക്ട് is the requirement that senior management of public companies must do dash. സെക്ഷൻ 302 പ്രകാരം സീനിയർ മാനേജ്മെന്റ് ഓഫ് പബ്ലിക് കമ്പനീസ് എന്താണ് ചെയ്യേണ്ടത്? 302 നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? സർട്ടിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. A or D? Which one? A is the right answer. ഗോപിക കറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു. Attest to the fair and appropriate presentation of financial statements. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ടുള്ളതാണ് എന്നുള്ളതിന്റെ ഒരു സർട്ടിഫിക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഈസ് സെക്ഷൻ 302. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഒരു കാര്യമാണെന്ന് തോന്നുന്നു. 4 types of tests are usually used to test the adequacy of internal control. The least reliable testing method is dash. നമ്മൾ പഠിച്ചിട്ടില്ല. 4 ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഇന്റേണൽ കൺട്രോളിന്റെ ആഡിക്വസി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള 4 ടെസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലെ ഏറ്റവും റിലയബിലിറ്റി കുറഞ്ഞത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ.
അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തേക്കുക. ജസ്റ്റ് ടേക്ക് എ സ്ക്രീൻഷോട്ട്. ഇൻക്വയറി ആണ് ഇതിനകത്ത് ഏറ്റവും റിലയബിൾ അല്ലാത്തത് എന്നാണ് പറയുന്നത്. ഇൻക്വയറി എന്ന് വെച്ചാൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇപ്പൊ ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ട് നിങ്ങളൊരു പർട്ടിക്കുലർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക, എന്തായിരിക്കും ചെയ്യുക എന്നൊരു സ്റ്റാഫിനോട് ചോദ്യം ചോദിക്കണം. അപ്പൊ അതിനകത്ത് റിലയബിലിറ്റി കുറയാൻ കാരണം എന്താ? നമ്മൾ സ്റ്റാഫിനോട് ചോദിക്കുമ്പോൾ സ്റ്റാഫ് നമുക്ക് ശരിയായ ഉത്തരം തരണമെന്ന് ഇല്ല. അപ്പൊ നമ്മുടെ ഉദ്ദേശം ഇവിടെ ഇന്റേണൽ കൺട്രോൾ ആവശ്യത്തിനുണ്ടോ, ആഡിക്വേറ്റ് ആയിട്ടുള്ള ഇന്റേണൽ കൺട്രോൾ ഉണ്ടോ, ശക്തമാണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അത് അറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ചോദ്യം ചോദിക്കുമ്പോൾ ആ വ്യക്തി ശരിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ബോധിപ്പിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ അത് റിലയബിലിറ്റി കുറവാണ്. അപ്പം ബാക്കിയുള്ളത് പേര് വെച്ച് നോക്കുകയാണെങ്കിൽ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരിട്ട് പോയിട്ട് അന്വേഷണം നടത്തുന്നതിനായിരിക്കും ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെയും ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തേക്കുക. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തേക്കുക, ബുക്കിലേക്ക് നോട്ട് ചെയ്തേക്കണേ. Inspection is mainly the examination of documents related to control procedures. ഡോക്യുമെന്റ്സിന്റെ പരിശോധനയാണ് ഇൻസ്പെക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. റീപെർഫോമൻസ് എന്ന് പറയുന്നത് മാനുവലി എക്സിക്യൂട്ടിംഗ് ദ കൺട്രോൾ. അതായത് സിസ്റ്റം ഓൾറെഡി ചെയ്തൊരു പ്രവർത്തനത്തെ നമ്മൾ വീണ്ടും ചെയ്തു നോക്കുന്നു. ഒരു കാൽക്കുലേഷൻ ആണെങ്കിൽ നമ്മൾ റീകാൽക്കുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ചോദ്യം വരാൻ സാധ്യതയുണ്ട്, റീപെർഫോമൻസ് ഇസ് ദ മോസ്റ്റ് റിലയബിൾ മെത്തേഡ് ഓഫ് കൺട്രോൾ. ഇപ്പൊ ഏറ്റവും കുറവ് റിലയബിലിറ്റി ഇൻക്വയറിക്ക് ആണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് റിലയബിലിറ്റി കിട്ടുക റീപെർഫോമൻസിനാണ്. ഒരു പ്രവർത്തനത്തെ നമ്മൾ വീണ്ടും എക്സിക്യൂട്ട് ചെയ്ത് നോക്കുന്നു, ഒരേ ഔട്ട്പുട്ട് തന്നെയാണോ കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി വീണ്ടും എക്സിക്യൂട്ട് ചെയ്ത് നോക്കുന്നതിനെയാണ് റീപെർഫോമൻസ് എന്ന് പറയുന്നത്. പ്രൊസീജിയർ റിവ്യൂ ഈസ് നോട്ട് പാർട്ട് ഓഫ് ആഡിക്വസി ഓഫ് ഇന്റേണൽ കൺട്രോൾ ടെസ്റ്റിംഗിന്റെ പാർട്ട് അല്ലാത്ത ഒന്നാണ് പ്രൊസീജിയർ റിവ്യൂ. അപ്പൊ അത് നോട്ട് ചെയ്യണ്ട. റീപെർഫോമൻസ്, ഇൻസ്പെക്ഷൻ, ഇൻക്വയറി. സ്ക്രീൻഷോട്ട് എടുത്തെന്ന് വിചാരിക്കുന്നു. Which one of the following statements best describes the internal control requirements of US FCPA? Easy. ഇന്റേണൽ കൺട്രോൾ റിക്വയർമെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്, ബ്രൈബ് അല്ല. ഇന്റേണൽ കൺട്രോൾ റിക്വയർമെന്റ് ഓഫ് FCPA ആണ് ചോദിച്ചിരിക്കുന്നത്. ബ്രൈബ് ചോദിക്കുവാണെങ്കിൽ ഓപ്ഷൻ എ ആയിരിക്കും ഉത്തരം. ബ്രൈബിനെ പറ്റിയാണ് ചോദിച്ചിരുന്നെങ്കിൽ ഓപ്ഷൻ എ ഉത്തരവായ. ഇന്റേണൽ കൺട്രോൾ റിക്വയർമെന്റ് ഉള്ള FCPയുടെ റിക്വയർമെന്റ് എന്താണ്? ഡി. ഡി ആണ്. ബാക്കിയെല്ലാം ബ്രൈബുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. മാനേജ്മെന്റ് മസ്റ്റ് എസ്റ്റാബ്ലിഷ് സിസ്റ്റം ടു പ്രൊവൈഡ് അഷ്വറൻസ് ദാറ്റ് ട്രാൻസാക്ഷൻസ് ആർ ഓതറൈസ്ഡ്. ഇന്റേണൽ കൺട്രോൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം, നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ ഓതറൈസ്ഡ് ആണ്, സത്യസന്ധമാണെന്ന് ഉറപ്പുവരുത്താനുള്ള ആവശ്യത്തിനുള്ള ഇന്റേണൽ കൺട്രോൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളതാണ്. ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനാണ്. FCPA പ്രകാരം ആഡിക്വേറ്റ് ഇന്റേണൽ കൺട്രോള് ആരുടെ ഉത്തരവാദിത്തമാണ് എന്ന് ചോദിച്ചിരുന്നു. കമ്പനി ആസ് എ വോൾ വിത്ത് നോ ഡെസിഗ്നേഷൻ ഓഫ് സ്പെസിഫിക് പേഴ്സൺസ് ഓർ പൊസിഷൻ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ ഉത്തരവാദിത്തമല്ല, കമ്പനിയുടെ മൊത്തത്തിലുള്ള ചുമതലയാണ്. ഓപ്ഷൻ ഡി നമ്മൾ ഗ്ലൈമിലും ചെയ്ത ദിവസമായിരുന്നു. ഇത് ഡിസ്കസ് ചെയ്തിട്ടില്ല, അത് നമ്മൾ പഠിക്കാനുള്ളതാണ് കേട്ടോ. ഞാനത് നെക്സ്റ്റ് സെഷനിൽ എടുക്കാം.
A public corporation that must meet provisions of FCPA should have compliance program that includes all of the following steps except. വേണ്ടാത്തൊരു കാര്യം. ആരെ കുത്തിവരിക്കുന്ന അമ്മയും? FCPA പ്രകാരമുള്ള ഒരു കംപ്ലൈൻസ് പ്രോഗ്രാമിൽ താഴെ തന്നിരിക്കുന്ന എല്ലാ പ്രൊവിഷൻസും ആവശ്യമാണ് ഒന്നൊഴികെ. ഇത് വേണ്ട, ഇതിന്റെ ആവശ്യമില്ല. അങ്ങനെ ആവശ്യമില്ലാത്ത ഒന്ന് ഏതായിരിക്കും? Make a guess. ഇതിൽ വേണ്ടാത്തൊരു ഐറ്റം ഏതായിരിക്കും? സി ആണോ? സി ഓർ ഡി? സി ഇസ് ദ റൈറ്റ് ആൻസർ. ഇങ്ങനെ ഒപ്പിടണം. Unauthorized and properly signed agreement that will abide by the act. അങ്ങനെ ഒരു സൈൻഡ് എഗ്രിമെന്റ് വേണമെന്നൊന്നും FCPA എവിടെയും പറയുന്നില്ല. അങ്ങനെ ഒരു പ്രൊവിഷനെ പറ്റി സംസാരിക്കുന്നില്ല. All of the following statements regarding top-down or risk-based approach to audit of internal control over financial reporting are true, except that. നമ്മൾ ഇന്ന് പറഞ്ഞ ടോപ്പ് ഡൗൺ റിസ്ക് ബേസ്ഡ് അപ്രോച്ചിനെ പറ്റിയിട്ടുള്ള തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ലെവലിലാണ് തുടങ്ങുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. Auditor should focus on accounts and disclosures that present a reasonable possibility of misstatement. മിസ്സ്റ്റേറ്റ്മെന്റിന് കൂടുതൽ സാധ്യത ഉള്ള സ്ഥലങ്ങളിലായിരിക്കണം ഓഡിറ്റർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ബിയും ശരിയാണ്. സോ എയും ബിയും ശരിയാണ്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ഓർഡർ ഇൻ വിച്ച് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് വിൽ ബി പെർഫോംഡ്. ഓഡിറ്റ് പ്രൊസീജിയർ ചെയ്യേണ്ട ഓർഡർ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്നാണ് സി പറഞ്ഞേക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇസ് റോങ്. കാരണം അങ്ങനെ ഒരു ഓർഡർ ഇല്ല. നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ തുടങ്ങുന്നു എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും പിന്നീട് നമ്മൾ കൃത്യമായ ഓർഡർ നോക്കിയിട്ടല്ല ചെയ്യുന്നത്. പകരം പ്രാധാന്യം കൂടിയതും മിസ്സ്റ്റേറ്റ്മെന്റ് കൂടിയ ഐറ്റംസിൽ ഫോക്കസ് ചെയ്തിട്ടാണ് പോകുന്നത്. കൃത്യമായ ഒരു ഈക്വൽ ഓർഡറിലല്ല വരുന്നത്. അപ്പൊ ഐ തിങ്ക് ഇറ്റ്സ് സി. ലെറ്റ്സ് സി. സി ഇസ് ദ റൈറ്റ് ആൻസർ. ഡിയും ശരിയാണ്. ഓർത്തിരിക്കുക, ഡി ഇസ് ഓൾസോ റൈറ്റ്. Approach focus on entity level controls before moving on to significant accounts and disclosures. അത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ബിഗിനിങ് അറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ലെവല്, അതിനുശേഷം എൻറ്റിറ്റി ലെവലിലുള്ള ബേസിക് ആയിട്ടുള്ള ഇന്റേണൽ കൺട്രോൾസിലായിരിക്കും ഫോക്കസ് കൊടുക്കുന്നത്. അതിനുശേഷമായിരിക്കും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അക്കൗണ്ടുകളിലേക്കും ഡിസ്ക്ലോഷേഴ്സിലൊക്കെ പോകുന്നത്. അപ്പൊ എന്തായാലും കൃത്യമായൊരു ഓർഡർ, ഇതിന് ശേഷം ഒരു ഓർഡർ. ഈ സിഗ്നിഫിക്കന്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഓരോ സ്ഥാപനത്തിനും ചിലപ്പോൾ വ്യത്യാസമായിരിക്കും. ഓരോ സ്ഥാപനത്തിന്റെ രീതിക്ക് അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് കൃത്യമായൊരു ഓഡിറ്റ് പ്രൊസീജിയർ ഓർഡർ എന്ത് പറയുന്നില്ല, ഈ ഒരു പർട്ടിക്കുലർ ആക്ടില് അല്ലെങ്കിൽ അപ്രോച്ചിൽ പറയുന്നില്ല. ഒരു ക്വസ്റ്റനോട് ചെയ്തിട്ട് നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. In accordance with the Sarbanes-Oxley Act, which one of the following certifications is not included in periodic statutory financial reports? Periodic statutory financial report include ചെയ്യാത്ത ഒരു സർട്ടിഫിക്കേഷൻ ഏത്?
Please go through the options. അങ്ങനെയാണോ ഡി പറഞ്ഞത്? ഡി ഇസ് റൈറ്റ് ആൻസർ. FCPA കൺട്രോൾ പ്രൊവിഷൻസ് SOXന്റെ സർട്ടിഫിക്കേഷൻ അത് വരില്ലല്ലോ. രണ്ട് ഡിഫറെന്റ് ആക്ട് അല്ലേ. സർബൈൻസ്-ഓക്സ്ലി ആക്ടിന്റെ ലക്ഷ്യവും കാര്യങ്ങളൊക്കെ തന്നെ വേറെയാണ്. FCPA ലക്ഷ്യവും കാര്യങ്ങളും വേറെയാണ്. രണ്ടും രണ്ട് ഡിഫറെന്റ് നിയമങ്ങളാണ്. സോ കൂട്ടത്തിൽ ചേരാത്തത് തീർച്ചയായിട്ടും ഈ ഒരു പർട്ടിക്കുലർ ഓപ്ഷനാണ്, ഓപ്ഷൻ ഡി. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു. See you tomorrow.